പ്രൈസ് ദി ലോർഡ്. വിമൺ ഫോർ ജീസസിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സെക്ഷനിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയമുള്ളവരെയും ഒരു പ്രാവശ്യം വെൽക്കം ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷി നമ്മൾ ഒന്നിച്ച് കേൾക്കാൻ പോവുകയാണ്. അതിനു മുന്നേ നമുക്ക് പ്രാർത്ഥിച്ചാരംഭിക്കാം. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവെ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി ഞങ്ങളങ്ങ് സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. നിൻ്റെ അടുക്കിലേക്ക് ഞങ്ങൾക്ക് ഒന്നിച്ച് കടന്നു വരുവാൻ കൊണ്ടൊന്നിച്ച് ചെയ്ത ഉപകാരത്തിനായ സ്തോത്രം. പ്രത്യേകമായ കർത്താവ്, ഞങ്ങളുടെ നടുവിലേക്ക് അയച്ചിരിക്കുന്ന അവിടുത്തെ പ്രിയമങ്ങൾക്കായി ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങൾ ഇന്ന് ഞങ്ങൾക്ക് വലിയ ആത്മീയ ധൈര്യത്തിന് ബലത്തിന് കാരണമായി തീരുവാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. അവിടുന്ന് അത്ഭുതങ്ങൾ ചെയ്യുന്ന കർത്താവാണല്ലോ. ഞങ്ങളുടെ ജീവിതത്തിലും അവിടുത്തെ പ്രവൃത്തി വെളിപ്പെടണം, ബലപ്പെടുത്തണം കർത്താവ്. ഏത് സാഹചര്യത്തിലും നിൻ്റെ കരം പിടിച്ച് ജീവിക്കാനുള്ള കരുത്ത് നൽകണം. അവിടുന്ന് വിശ്വസനായിരിക്കാൻ സ്തോത്രം. കർത്താവ്, പ്രത്യേകമായി കർത്താവ്, ഞങ്ങളുടെ സിസ്റ്റം നെറ്റ്വർക്ക് എല്ലാം കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥിച്ചാരംഭിക്കുന്ന ഈ നിമിഷം മുതൽ ഞങ്ങളുടെ ആശീർവാദ പ്രാർത്ഥന വരെ പ്രത്യേക സാന്നിധ്യം ഉണ്ടാകണം. ഞങ്ങളെല്ലാം മുറ്റുമായി സമർപ്പിക്കുന്നു. ഒരു പ്രാവശ്യത്തോട് ഞങ്ങളുടെ നടുവിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ഇവിടുത്തെ മകൾക്കായി സ്തോത്രം. ഒന്നിച്ചനുഗ്രഹിക്കാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം. സകല മാനമഹത്വത്തെ കർപ്പിക്കുന്നു. യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ഇന്ന് നമ്മളോടൊപ്പം തന്നെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ എത്തിയിരിക്കുന്നത് കുണ്ട്രയിൽ നിന്ന് പ്രിയ സിസ്റ്റർ പ്രിൻസി വിജിയാണ്. പ്രിയ സിസ്റ്ററെ നമ്മൾ സ്നേഹത്തോടെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് വെൽക്കം ചെയ്യുന്നു. വെൽക്കം സിസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. സുഖമായിട്ടിരിക്കുന്നേ? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം. കുണ്ട്രയിൽ നിന്നാണ് നമ്മൾ പറഞ്ഞ്, അവിടാണോ ജനിച്ചു വളർന്നേക്കെ? അതെ, കുണ്ട്രയിലാണ്. ഓക്കെ, നമ്മൾ ഇനി എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്താം. ഫാമിലി മെമ്പേഴ്സിനെ പറ്റി, പേരൻസിനെ പറ്റി എല്ലാം, സിസ്റ്റർ ഫാമിലിയെ പറ്റിയൊക്കെ എല്ലാം ഒന്ന് പറയാം. ആദ്യമായിട്ട് തന്നെ എനിക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി തന്ന ഫിന്നി പാസ്റ്ററിനും ശാന്തി സിസ്റ്ററിനും, അതുപോലെ തന്നെ മുമ്പേ ഒരു ടെസ്റ്റിമണി ചെയ്യാൻ ഒരു നിയോഗം ലഭിച്ച ഇമ്മാനുവൽ പാസ്റ്റർ ഉണ്ട്. ഒരു ചർച്ച് വെച്ച് എന്നെ കണ്ടിട്ട് വിളിച്ചുകൊണ്ട് പോയതാ. അപ്പം ആ ടെസ്റ്റിമണി കണ്ടപ്പം എൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ ഒത്തിരി വിഷമം ഉണ്ടായി. യഥാർത്ഥത്തില് വരേണ്ടതൊന്നും പുറത്തു വന്നില്ലല്ലോ, എല്ലാരും പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പം അതിനായിട്ട് എനിക്ക് ആസാദി ടിവിയുടെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. പക്ഷെ അന്നമാമ ഒത്തിരി വേദനിച്ചു, അന്നമാമയ്ക്ക് ഒത്തിരി ഇതായി. അപ്പൊ അനിമാമയോട് പറയുകയും അനിമാമ ശാന്തി സിസ്റ്റർ വിളിക്കുകയും ഒത്തിരി അത് എൻ്റെ അടുത്ത് പറഞ്ഞു, പെട്ടെന്ന് കയറണം, നമ്പർ എന്നിട്ട് ശാന്തി സിസ്റ്റർ. എനിക്ക് ഒത്തിരി വിഷമമായി. ഞാനൊരു സ്റ്റേജിൽ അല്ലെങ്കിൽ ഒരു സഭയിൽ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ ചെന്നുകൊണ്ട് പറയുന്നത് പോലെ അല്ല, എനിക്ക് സൂം പ്ലാറ്റ്ഫോം അറിയത്തില്ല. അപ്പൊ ഞാൻ വിളിച്ചില്ല. നന്നമാമ പറഞ്ഞ എന്താ വിളിച്ചില്ല എന്ന് ചോദിച്ചു. ഒരാഴ്ച കഴിഞ്ഞ് അപ്പം ഞാൻ ശാന്തി സിസ്റ്ററോട് ഇങ്ങനെ ചോദിച്ചു. അപ്പൊ ഓക്കെ പറഞ്ഞു, തിങ്കളാഴ്ച പറഞ്ഞു, അപ്പൊ ചൊവ്വാഴ്ച. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ മാതാപിതാക്കള്, അവർക്ക് എനിക്കൊരു ശുശ്രൂഷയെ കുറിച്ചൊന്നും അറിയത്തില്ല. അത്രയധികം അവർ ഈ ദർശനമുള്ളവരും ദർശനമില്ലാത്തവരും തമ്മിൽ. പിന്നെ അതുപോലെ ഇന്ന് ഈ ഭവനം ഒരുക്കി തന്ന നിർമ്മല ചേച്ചി, എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നന്ദി പറയുന്നു. അതുപോലെ മീഡിയാസിലൂടെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ആദ്യമായിട്ട് എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഞാന് ജനിച്ചു വളർന്നത്. അതെ, പിന്നെ സിസ്റ്ററെ സാന്റിക്ക് പരിചയപ്പെടുത്തിയത് നിങ്ങളുടെ? അതെ, എൻ്റെ പപ്പാടെ കസിൻ്റെ വൈഫാണ് അനിമാമയാണ്. അതെ, ജനിച്ചു വളർന്ന കാര്യമൊക്കെ പറഞ്ഞു തുടങ്ങിയതില്ലേ, ആ ഭാഗത്തേക്ക് വരാം. ഞാന് കുണ്ടറ പേരയം കരിക്കുഴി, അവിടെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ആദ്യം താമസിച്ചിരുന്ന കരിക്കുഴി, ആ സ്ഥലത്താണ് ജനിച്ചു വളർന്നത്. അപ്പോഴ് ഞങ്ങള് ജനിച്ചു വളർന്നപ്പോഴത്തേക്കും ഫാദറിന്റെ ജോലിയെല്ലാം നഷ്ടപ്പെട്ടു. ഒന്നും ഇല്ലാത്ത ഒരവസ്ഥയില് കുറച്ച് ഒരു 3 ഏക്കർ പറമ്പ് ഒക്കെ ഉണ്ട്, നല്ല വില കിട്ടുന്നതാ. പക്ഷെ അതിൽ നിന്ന് നമുക്ക് ആദായം ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഫാദർ 1972 ഇങ്ങ് പോന്നു. അന്നേരം ഞാനൊന്നും ജനിച്ചിട്ടില്ല. അപ്പം ചെന്നൈയിലായിരുന്നു, അവിടെ ജൗളി കച്ചവടം ആയിരുന്നു. അപ്പോഴ് ഏതാണ്ട് ഇവിടുന്ന് ഒരു 30ഓളം ജോലിക്കാരെ കൊണ്ടുപോയി, ഫാദറിന്റെ സ്വന്തക്കാരൊക്കെ. അപ്പം അവിടെ നിന്ന് ഫാദറിന് ആരോ അവിടെ ഒരു നാടാർ എന്ന് പറയുന്ന ആള്, എൻ്റെ അമ്മയൊക്കെ പറഞ്ഞ കഥ, ആഭിചാരം എന്തോ ചെയ്തു, പുള്ളിയെ ഇങ്ങനെ വിട്ടു, പൈസ ഏതാണ്ട് കൊടുത്തതിന്റെ പേരിൽ. അങ്ങനെ നാട്ടിൽ പോന്നു. ഞങ്ങൾ കാണുമ്പോൾ ജോലിയൊന്നുമില്ല, വളരെ പ്രയാസം. എൻ്റെ സഹോദരന്മാര് മൂത്തത് 5 പേരാണ്.
അതില് ഇളയത് 4 പെണ്ണ, ഞാൻ 8ാമത്തതാ. അപ്പം എന്റെ സഹോദരന്മാര് അല്ലെങ്കിൽ അപ്പനും അമ്മയും സംരക്ഷിക്കേണ്ട, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു ഐക്യതയിൽ നിലനിൽക്കേണ്ടുന്ന ഒരു കുടുംബം ചിതറപ്പെട്ടു പോകും. ഞാൻ ജനിച്ചൊക്കെ വളർന്ന് ആ സമയത്തൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി സങ്കടങ്ങൾ ഒക്കെ, ഞങ്ങൾക്ക് അത്രയധികം മോശമായ ഒരു അനുഭവത്തിലൂടെയാണ് ഞങ്ങൾ വന്നത്. അപ്പം ഈ സഹോദരന്മാര് ഞങ്ങൾക്കില്ല, അവരെല്ലാം അമ്മയുടെ ആങ്ങളയുടെ അടുത്ത് ബീഹാറിലേക്ക് ഓടിപ്പോകുമായിരുന്നു. ഫാദറിന് ആൺകുട്ടികളെ അത്ര ഇഷ്ടമല്ലായിരുന്നു. അപ്പോഴ് ഞങ്ങള് പെൺകുട്ടികളെ ജനിച്ചപ്പോഴാണ് വലിയ ഒത്തിരി ഇഷ്ടപ്പെടുന്നത്. അപ്പോഴ് അങ്ങനെ ഞങ്ങള് ജീവിക്കുന്ന അവസരത്തിൽ ഫാദറിന് നല്ല മാനസിക രോഗമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴേ ഞങ്ങള് ഇത് കണ്ട് ഒറ്റപ്പെട്ടു പോയ ഒരു ഇതിലായിരുന്നു. അങ്ങനെ എനിക്ക് ഈ കുടുംബത്തിലൊന്നും ജനിക്കാൻ ഇഷ്ടമില്ലായിരുന്നു. ഞാൻ എപ്പോഴും പറയുമായിരുന്നു, ഒത്തിരി സ്വത്തും മുതലും അതിന്റെ കൂടെയുള്ള അടിയും അമ്മയും അപ്പനും തമ്മിൽ ചേരാതെ ഒരു ഐക്യതയും, സഹോദരന്മാരും ആരും ഇല്ല, ഞങ്ങൾ പെൺപിള്ളേര് മാത്രമായി. അപ്പൊ എനിക്ക് നല്ല ചട്ടമ്പിത്തരം ഉണ്ടായിരുന്നു, നല്ല അഹങ്കാരവും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരുടെയും ഒരു ലീഡർ ഞാനായി. വീട്ടിലെ സഹോദരങ്ങൾ, എന്റെ സഹോദരിമാരുടെ അമ്മയുടെ അപ്പന്റെ ഒക്കെ ലീഡർ. അപ്പൊ അമ്മയ്ക്കെങ്ങും ഒന്നും അറിയത്തില്ലെന്നാണ് എന്റെ ചിന്ത. എനിക്ക് എല്ലാം അറിയാവുന്നതെന്നൊക്കെ ഉള്ള ഒരു ഭാവം എനിക്കുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചോദിക്കുമായിരുന്നു, എനിക്ക് ഒറ്റ മോളായിട്ട് ജനിച്ചാൽ പോരായിരുന്നു, അപ്പം ഈ കോടികളുടെ ആസ്തിയൊക്കെ, ഈ സ്വത്തുക്കളൊക്കെ എനിക്ക് ഉപയോഗിക്കാമായിരുന്നു. അതൊക്കെ എന്റെ ചിന്തയാണ്. അങ്ങനെ ഇരിക്കവേ ഞാന് കുറെ മുന്നോട്ട് പോകുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമില്ല ജീവിക്കാൻ ഇഷ്ടമില്ലാതെ പിന്നെ ഞങ്ങള് ഭയങ്കരമായിട്ട് അങ്ങ് ഒറ്റപ്പെട്ടു പോയി. അപ്പം അങ്ങനെ ഇരിക്കവേ സഹോദരന്മാരൊന്നും വരുത്തൂല്ല ഞങ്ങളെ കാണാനായിട്ട്. അങ്ങനെ ഇരിക്കവേ എനിക്ക് പഠിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും ഞാൻ എങ്ങും പോയി പഠിക്കത്തില്ല, അത് പൂർത്തീകരിക്കത്തില്ല. അങ്ങനെ ഇരിക്കവേ ഞാൻ ഒരു ദിവസം പിന്നെ അമ്മയോടും അപ്പനോടും ഇങ്ങനെ പറഞ്ഞു, എനിക്ക് സ്വത്തുക്കൾ വല്ലതും ഉണ്ടെങ്കിൽ ഇങ്ങ് തന്നേക്കണം നേരത്തെ, ഞാനത് അനുഭവിച്ചോളാം, പിന്നെ എന്റെ സ്വത്തൊന്നും നിങ്ങൾ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇവര് സഹോദരന്മാര് കോണ്ടാക്ട് ഒക്കെ ചെയ്യും. അവരെല്ലാരും ആന്ധ്രയിലാണ്. അവർക്ക് പിന്നെ വാഹനങ്ങളും ഇൻസുലേറ്റ്, പിന്നെ അവർക്ക് കുറെ മീൻകുളം പാട്ടത്തിനെടുത്ത്, പിന്നെ റെസ്റ്റോറന്റ് ഒക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് പൈസയൊക്കെ അയച്ചു തരും. അങ്ങനെ ഞാന് പ്രീ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലും ആ സമയത്ത് എനിക്ക് മരിക്കണം, ജീവിതത്തിന് യാതൊരു അർത്ഥവുമില്ലാത്ത രീതിയിൽ ആയിത്തീർന്നു, എനിക്ക് മരിക്കണം. അപ്പൊ ഞാനിങ്ങനെ മരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സൂചി, ഈ തുണി തെക്കുന്ന സൂചി എടുത്ത് വിരിങ്ങി കിടന്നു, 7-8 എടുത്ത് വിരിങ്ങി. പിന്നെ പിന്നെ കുപ്പിച്ചില്ല്, ഇതൊക്കെ കഴിച്ചാൽ, അല്ലാതെ ഈ തൂങ്ങി മരിച്ചാലൊക്കെ എനിക്ക് പേടിയാ, വെള്ളത്തിൽ ചാടാനും എനിക്ക് പേടിയാ. അപ്പൊ അങ്ങനെയൊന്നും എനിക്ക് ചെയ്യാൻ പേടിയാവുന്നതുകൊണ്ട് കിണറ്റിലൊക്കെ ചാടാൻ പോകും. അമ്മയുടെ ആ കുടുംബത്തിനകത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. ചാടാൻ പോയിട്ട് തിരിച്ചു പോരും, ലെറ്റർ എഴുതി വെച്ചിട്ട്. അങ്ങനെ എനിക്ക് മരിക്കാൻ ഇഷ്ടമില്ല. അത് കഴിഞ്ഞ് ഈ കുപ്പിച്ചില്ലും അതും ഇതും കുറെ ഗുളികകൾ, 21ഓളം ഗുളികകളോളം എടുത്ത് വിഴുങ്ങി കളഞ്ഞു. പക്ഷെ ഇന്ന് എനിക്ക് മനസ്സിലായി, എന്റെ ദൈവം എന്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ചല്ല, ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ കണ്ടിരുന്നു. അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരാൻ, ഇന്ന് നിങ്ങളുടെയൊക്കെ മുമ്പിൽ എന്നെ കേൾക്കുന്ന അനേകർക്ക് ഒരു അനുഗ്രഹമാകുവാൻ, എന്റെ ആ ജീവിതം കൊണ്ട് ക്രിസ്തുവിന്റെ നാമത്തിന് പ്രയോജനപ്പെടുവാൻ എന്നെ ഉപയോഗിക്കുന്നത് ഓർത്ത് സ്തോത്രം. അത് മാത്രമാണ് എന്റെ ജീവിതത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ്. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും എനിക്ക് പറയാനുള്ളത്, യേശു കർത്താവാണ് കേന്ദ്ര ബിന്ദു എന്ന് എന്നോട് ദൈവം അന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. നീ ആരെയും നോക്കരുത്, വിളിച്ച ദൈവം വിശ്വസ്തന. അതുപോലെ തന്നെ ഒത്തിരി വചനങ്ങള്, പ്രയോജനമുള്ള ഒരു വചനം, പിന്നെ ഈ
ദർശനത്തിനൊരു അവധി വെച്ചിട്ടുണ്ട്. അത് അതിന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. അതിനായി കാത്തിരിക്കുക. അത് വരും നിശ്ചയം, വൈകാതെ താമസിക്കുകയില്ല. പിന്നെ ഞാൻ എപ്പോഴും എല്ലാ സഭകളിലും ചെന്ന് പറയുന്ന ഒരു വചനം, പിന്നെയും ഒരു ഹബക്കൂക്കിന്റെ പുസ്തകത്തിൽ തന്നെ അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിയുടെ അനുഭവം ഉണ്ടാകുകയില്ല, ഗോശാലകൾ കന്നുകാലി എന്തെല്ലാം നശിച്ചു പോകട്ടെ, എന്റെ യേശുപ്പച്ചൻ എന്നോട് കൂടെ ഉണ്ടെങ്കിൽ എന്റെ കാൽ മാൻപേടെ കാൽ പോലെയാക്കും. ഞാൻ ഏറ്റവും കൂടുതൽ മുന്നോട്ട് പോകുന്ന ഈ വചനമാണ് എന്നെ ഏറ്റവും കൂടുതൽ ഉറപ്പിച്ചത്. അതുപോലെ തന്നെ ആപത്ത് വന്നോട്ടെ, പട്ടിണി വന്നോട്ടെ, ഈർച്ചവാള് വന്നോട്ടെ, മരണം വന്നോട്ടെ, ഈ ദൈവസ്നേഹത്തിൽ നിന്ന് ആർക്കും എന്നെ വേർപിരിക്കാൻ കഴിയത്തില്ല. അപ്പോഴ് ഞാൻ ഇങ്ങനെ ഇതെല്ലാം എടുത്ത് വിഴുങ്ങിക്കളഞ്ഞപ്പോ അത് എല്ലാം കൂടെ എന്റെ ഈ നടുവിന് വന്ന് വലതുവശത്ത് സ്റ്റക്കായി പോയി. അപ്പൊ ഞാൻ വിചാരിച്ചത് ഇതെല്ലാം എടുത്ത് കഴിക്കുമ്പോ പെട്ടെന്ന് മരിക്കുന്നായിരുന്നു. പിന്നെ തലേ വെള്ളം കോരി ഒഴിക്കും, രാത്രി ഒഴിച്ചിട്ടും ക്യാൻസർ വന്ന് ചത്തുപോട്ടെന്നായിരുന്നു എന്റെ വിചാരം. അങ്ങനൊന്നും ദൈവം എന്നെ വിട്ടുകൊടുക്കത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ മരണകരമായി യാതൊന്നു കുടിച്ചാലും നിങ്ങൾക്ക് ദോഷം വരികയില്ലെന്ന് തിരുവചനം പറയുന്നു. ആ തിരുവചന പ്രകാരമാണ് ഇന്ന് എല്ലാവരുടെയും മുമ്പിൽ ഞാൻ ഇങ്ങനെ ആയിരിക്കുന്നത് ജീവനോട്. എന്നിട്ട് എന്നെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ നിന്ന് തള്ളി. എക്സ്റേയിലെല്ലാം സൂചിയെല്ലാം ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പം അവര് പറഞ്ഞു പെട്ടെന്ന് തന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ. ഞാനും എൻ്റെ അമ്മയും കൂടെ പോകുന്നത്, വേറെ ആരും കൂടെ വരാറില്ല. സഹോദരന്മാർ ഇതറിഞ്ഞപ്പോ പറഞ്ഞു, അവർക്ക് ഫോൺ ചെയ്തപ്പോ പറഞ്ഞു, അവര് പറഞ്ഞു അവളാണ് നമ്മുടെ എല്ലാം, അവള് ജീവനോടെ ഇരിക്കണം. അപ്പൊ അവര് കരയുമൊക്കെ ചെയ്തു. ഇങ്ങനെ മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോ അവര് പറഞ്ഞു ഞങ്ങൾക്ക് ഇതിന് മരുന്ന് തരാനൊന്നുമില്ല, വീട്ടിൽ കൊണ്ടുപോവാ. എനിക്ക് ജീവിക്കണമെന്നൊരു ആഗ്രഹം തോന്നി. സത്യത്തില് ഒരു ദൈവമുണ്ടോ ഞാൻ ചോദിക്കാൻ തുടങ്ങി. ആർക്കും അതൊന്നും അറിയത്തില്ല. ഉണ്ടെങ്കിൽ എനിക്കൊന്ന് ഇറങ്ങി വന്ന് എന്നോടൊന്ന് സംസാരിക്കണം. അതിനു മുമ്പ് ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്, എന്റെ ഫാദർ തളർന്നുപോയി. അതും ഒരു ആഭിചാരത്തിന്റെ ഞങ്ങള് മോശമായി, ഞങ്ങൾ കുടിയിലിറങ്ങി, ഞങ്ങൾ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഞങ്ങൾ ജീവിതത്തിനകത്ത് ഞങ്ങൾ ജീവിച്ചിരിക്കരുതെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഇങ്ങനെ ഞങ്ങളെ ഒരുപാട് ദ്രോഹിക്കുമ്പോഴും കർത്താവിന്റെ കരം ഞങ്ങളോട് കൂടെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. എൻ്റെ അമ്മയുടെ അമ്മ വലിയൊരു പള്ളിപ്പയായിരുന്നു. പക്ഷെ എൻ്റെ അപ്പനും അമ്മയ്ക്കും ഒരു പള്ളിപ്പയും ഒന്നും അല്ലായിരുന്നു. അവര് ജനിച്ചു വീണതിൽ പോലും വലിയ വിശ്വാസമൊന്നും അറിയില്ല. പക്ഷെ ഒരു പാസ്റ്റർ വന്ന് എന്റെ ഫാദറിനെ വന്ന് വചനം പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി. അന്ന് ഞങ്ങൾ കാത്തലിക്സിലാണ്. അപ്പൊ ഞങ്ങളൊന്നും ഇതിനകത്ത് വരുത്തില്ല, വരാത്ത കാര്യമുണ്ട്. ഏറ്റവും നികൃഷ്ടരും നീചരും കൊള്ളരുതാത്തവരും പിന്നെ മാതാവിനെ അനുസരിക്കാത്ത, മാതാവിനെ ഇഷ്ടപ്പെടാത്ത പിശാചിന്റെ ആൾക്കാരാണ് ഈ പെന്തക്കോസ്തുകാരെന്ന് ഞങ്ങളെ ധരിപ്പിച്ചു വെച്ചിരുന്നു. അപ്പം ഫാദറിനെ കൊണ്ടുപോയി ആ പാസ്റ്റർ ആണെങ്കിൽ എണ്ണ പൂശി പ്രാർത്ഥിക്കും. തളർന്നുപോയി ഫാദർ ഫുള്ള്. അപ്പം എണ്ണ പൂശി പ്രാർത്ഥിക്കുമ്പോ അവിടെ നിന്ന് കഞ്ഞിയും കൊടുക്കും, നല്ല പാവയ്ക്കാത്തോർണമൊക്കെ കൊടുക്കും. അവർക്ക് അതേ ഉള്ളൂ. അന്നേരം ഞങ്ങൾ പോകത്തില്ല, ഞങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളാ. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഒരു വിത്ത് പാകിയിട്ടുണ്ടെങ്കിൽ, ഒരു വിത്ത് ആരെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ അത് എത്ര വർഷം കഴിഞ്ഞാലും അത് കിളിർത്തു വരുമെന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ഞാനന്ന് ഫോട്ടോയിലൊക്കെ കരിസ്മാറ്റിക്കിന് പോകുമായിരുന്നു. എവിടുന്നെങ്കിലും എനിക്കൊരു വിടുതൽ കിട്ടണമെന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങി ഭവനത്തിൽ നിന്ന് ഇറങ്ങി ഓടുമായിരുന്നു. അപ്പം വീട്ടുകാർ പറഞ്ഞിട്ടൊന്നുമല്ല, എനിക്ക് എന്റെ ദൈവത്തെ കാണണം. അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ കാത്തലിക്സ് പാരമ്പര്യത്തിലും എനിക്കറിയാം സത്യത്തില് ഈ ദൈവങ്ങള് അല്ലെങ്കിൽ ഈ സെയിൻസ് അല്ലെങ്കിൽ ആ മാതാവ് അതൊന്നും ഒരു ദൈവങ്ങളും അല്ല. അതൊന്നും എന്നോട് സംസാരിച്ചിട്ടുമില്ല. ഞാൻ ഒരു പ്രാവശ്യമൊക്കെ അവിടുത്തെ ഞങ്ങളുടെ പള്ളിയിൽ പോയിരുന്നിട്ട് ഇതിനൊക്കെ ജീവനുണ്ട് എന്നോടൊന്ന് സംസാരിക്കട്ടെ. പക്ഷെ എനിക്ക് ഒന്ന് മനസ്സിലായി, അതിന് കണ്ണുമില്ല, ചെവിയുമില്ല, മൂക്കുമില്ല, വായുവില്ല, സ്പർശനശേഷിയുമില്ല. ഇതെല്ലാം പ്ലാസ്റ്റർ ഓഫ് പാരീസ് നിറങ്ങൾ അടിച്ചു വെച്ച ആണി അടിച്ചാൽ തൂക്കിയിടുന്ന, നമ്മൾ എടുത്തോണ്ട് പോയാൽ എടുത്തു മാറ്റുന്ന ഒരു ജീവനില്ലാത്തതിനോട് സംസാരിച്ചാൽ നമ്മളും അതുപോലെ അന്ധകളായിരുന്നു. അപ്പോഴേ ഞാൻ അവിടെ നിന്ന് പിന്നെ എനിക്ക് ദൈവം എനിക്കൊരു സൗഖ്യമൊക്കെ തന്നു. അന്നേരം എനിക്ക് ദൈവത്തെ അറിയത്തില്ല. ദൈവം എന്നെ തൊട്ടു. ഈ സൂചിയൊക്കെ വിഴുങ്ങിയപ്പോഴും ദൈവം എന്നെ തൊട്ടു. ഞാനൊരു ദിവസം
എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്റെ വീട്ടിൽ നിൽക്കാൻ. അങ്ങനെ ഞാന് നീലഗിരി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഓടിപ്പോയി. അപ്പം എന്റെ ഫാദർ എന്നോട് പറഞ്ഞു, മോളെ പോകല്ലേ, ഞാൻ നിനക്ക് സ്വത്തൊക്കെ എഴുതി തരാം, നീ ഇവിടെ നിൽക്കെന്ന് പറഞ്ഞ്. ഫാദർ അങ്ങനെ ആരുടെയും കാലയിലൊന്നും വീഴുന്ന മനുഷ്യനൊന്നും അല്ല. പക്ഷെ എന്റെ കാലെ കെട്ടിട്ട് വീണു, നിലവിളിച്ചു, പോവല്ലേ എന്ന് പറഞ്ഞു. എവിടേക്കാ പോകുന്നേ? അന്ന് എനിക്ക് 18 വയസ്സുള്ളപ്പോഴാണ്. 18 വയസ്സുള്ളപ്പോ ഒത്തിരി നിലവിളിച്ചു. ഞാന് അങ്ങ് ഇറങ്ങി അങ്ങ് പോയി. അപ്പോഴ് ചെന്നത് ഞാന് തൊടുപുഴ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചു 1 വർഷം. അത് കഴിഞ്ഞ് 2 വർഷത്തെ എക്സ്റേ. അപ്പൊ ഹോസ്റ്റലുകളിൽ തന്നെ നിൽക്കുവോ, വീട്ടിൽ പോകാൻ എനിക്ക് ഇഷ്ടമില്ല. അങ്ങനെ ഞാന് മടങ്ങി വന്നിട്ട് എനിക്ക് ജോലി വേണം. ഇപ്പം മൂവാറ്റുപുഴ, പാലായിലൊക്കെ ഞാൻ ബ്യൂട്ടീഷ്യനായിട്ട് ജോലി ചെയ്ത്. എനിക്കത് സേഫും അല്ല, എനിക്കതൊരു അനുഗ്രഹമായി മാറുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ ആ ജോലി ഉപേക്ഷിച്ചിട്ട് അങ്ങനെ പിന്നെ ഞാൻ ഈ നീലഗിരിക്ക് ഓടിപ്പോകുന്നത്. അപ്പൊ ചുങ്കത്തറ ഒരു സ്ത്രീ എന്നെ കണ്ടുപിടിച്ചിട്ട് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. എന്നെ അന്ന് നീലഗിരിക്ക് വിട്ടില്ല, ഞാൻ ഒറ്റയ്ക്കാന്ന് കണ്ടിട്ട് അന്നും എനിക്ക് ദൂത സംരക്ഷണം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഞാൻ ഈ നീലഗിരിക്ക് പോകുന്നതിന് പോകുമ്പോഴ് ഈ പോകുന്ന വീട്ടിലെ വ്യക്തി ഒരു പെന്തക്കോസ് കുട്ടിയായിരുന്നു. അവളെ ഞങ്ങളുടെ കൂടെ ഹോസ്റ്റലിലായിരുന്നപ്പം കാതി കമ്മലൊക്കെ ഇടിയിപ്പിച്ച് അവളെ ഞങ്ങൾ ഒരു ലോകക്കാരിയാക്കി മാറ്റി. പക്ഷെ ഞാൻ ചെല്ലുമ്പോഴ് അവള് വിശ്വാസത്തിലേക്ക് വീണ്ടും അവരുടെ കുടുംബം മടങ്ങി വന്നു. നീലഗിരി ഒത്തിരി അങ്ങ് അകത്താണ്, ഒരു ഗ്രാമപ്രദേശത്താണ് അവരുടെ വീട്. അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ അറിയത്തില്ല. എങ്കിലും ഞാൻ ചെല്ലുന്ന ദിവസം അവിടെ ഒരു മരണ ഒരു സ്ഥലമുണ്ട്, അവിടെ പോയിട്ട് എനിക്ക് മരിക്കണം. അപ്പോഴേ ഇവൾ എന്നോട് പറഞ്ഞു, എന്തായാലും ശരി, നീ ഒരു പ്രാർത്ഥനയ്ക്ക് വാ. അപ്പോഴെന്നെ ഒരു പ്രാർത്ഥനയ്ക്ക് കൂട്ടിക്കൊണ്ടുപോയി സൺഡേ, ഞാൻ അവിടെ ചെല്ലുന്ന ദിവസം തന്നെ. അപ്പോഴ് ഒരു സ്ത്രീ എന്റെ തലയെ കൈവച്ചിട്ട് പറയുക, മരിക്കാൻ വന്ന ജീവിതമേ, നിന്നെ മരിക്കാനല്ല ദൈവം കണ്ടിട്ടുള്ളത്. ഞാൻ അഹങ്കാരിയായ, ഒത്തിരി ധിക്കാരിയായ, 7 പവനോളം എന്റെ കയ്യിലുണ്ട്. ഞങ്ങൾക്ക് സ്വർണ്ണ നിധി കിട്ടിയെന്ന് പറയുന്ന ഒരു വീട്ടുകാരാ ഞങ്ങൾ. ഒത്തിരി സ്വർണ്ണമൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. ഏക്കർ കണക്കിന് ഭൂമി വിറ്റിട്ട് ഒരു ഗൾഫ് പാർട്ടിയാ ഞങ്ങളുടെ കയ്യിൽ ഒരുപാട് സ്വർണ്ണമുണ്ട്. ഞങ്ങളെ കെട്ടിക്കാനായിട്ട് വെച്ചേക്കും, കല്യാണം കഴിപ്പിക്കാൻ വരുന്ന ആരാണോ. അപ്പോഴ് ഞാൻ ഒരു 21 ദിവസത്തോളം ആ നീലഗിരിയിൽ പാർത്തു. എന്റെ കയ്യിലിരിക്കുന്ന കാത്തലിക്സ് ബൈബിള് തന്നെ ഞാൻ വായിക്കാൻ തുടങ്ങി. അപ്പം അമ്മയും അപ്പനോ അവരെല്ലാം അങ്ങ് എതിരായി. ഞാൻ അവരോട് പറയാൻ തുടങ്ങി, ദൈവം എന്നെ സ്പർശിക്കുന്നു, ദൈവം എന്നെ തൊടുന്നു, ദൈവം എന്നോട് ഇടപെടുന്നു, ദൈവം എന്നോട് സംസാരിക്കുന്നു, മോളെ നീ എന്റേതാണ് എന്ന് പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഞാനല്ലേ ദൈവസ്വരം കേൾക്കുന്നത്, അവർക്കൊന്നും ആ സ്വരം കേൾക്കാൻ വയ്യ. അപ്പം അവർക്കത് അറിയത്തില്ല. പക്ഷേ എന്റെ മൂത്ത സഹോദരി അവള് പറഞ്ഞു, എനിക്കും സ്വർണം വേണ്ട, ഇതെല്ലാം എടുത്തിട്ട് പോവട്ടെ, നമുക്കിതൊന്നും വേണ്ട, നമ്മുടെ വസ്തുവകളോ സ്വർണങ്ങളോ അല്ല നമ്മളെ സ്വർഗീയ ദേശത്ത് എത്തിക്കണം. അവർക്ക് ഇത്ര മാത്രം അറിയാം, നീ അറിയുന്ന ദൈവത്തെ എനിക്കും അറിയണം, സ്വർഗീയ ദേശത്ത് പോവണം എനിക്കും. അപ്പൊ നമ്മൾ കാത്തലിക്സിൽ നിന്ന് കല്യാണം കഴിച്ചാല് പിന്നെ അവരൊന്നും നമ്മളെ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പുറകാലെ അവള് ഇറങ്ങി തിരിച്ചു. ഒരു നിഷ്കളങ്കയെ പോലെ. അവള് ഫാത്തിമ കോളേജില് സ്പോർട്സ് കോട്ടയിലാണ് ചേർന്നത്. ഒത്തിരി പാവമാ, ഒത്തിരി എന്നെ സ്നേഹിക്കുന്നുണ്ട്. അവിടെ എനിക്ക് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോ ആർക്കും ഒരു നഷ്ടവും വരത്തില്ല, നീ മരിക്കല്ലേ എന്ന് പറഞ്ഞ് എനിക്ക് ഒത്തിരി ഭക്ഷണമൊക്കെ വാരി തന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അവളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നിട്ട് ഞങ്ങളുടെ ജീവിതത്തിനകത്ത് എന്റെ ദേശം വെളിച്ചം കാണണമെന്ന് പറഞ്ഞ് ഞാൻ വേറൊരു സഭയിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ദേശത്തൊരു വേല വെച്ചു. എന്റെ ഭവനത്തിനകത്ത് തന്നെ 5 വർഷം. പക്ഷെ അതത്ര നല്ലതായിരുന്നില്ല. ഞങ്ങൾക്ക് അടിക്കടി ഒരുപാട് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരുന്നു. എന്റെ സഹോദരന്, 5ാമത്തെ സഹോദരന് ഒരു മാനസിക രോഗിയായിട്ട് മാറി. എന്നെ സംബന്ധിച്ച് ഇതൊന്നും സാരമില്ലെന്നെണ്ണി, ഈ ദുഃഖങ്ങളൊന്നും. ദേശത്തുള്ളവർ പറയാൻ തുടങ്ങി, ഇവർക്കൊരു നല്ല കല്യാണം പോലും കിട്ടത്തില്ല, ഞങ്ങളൊക്കെ കെട്ടാനിരുന്ന കുഞ്ഞുങ്ങളാ, ഇവരിങ്ങനെ പോയല്ലോ. പക്ഷെ ഞങ്ങളുടെ വീട്ടില് ട്യൂട്ടോറിയം ഉണ്ടായിരുന്നു. ഞങ്ങളെ അറിയാത്ത മനുഷ്യരില്ല. ഒരു 15-20 വർഷത്തോളം എക്സലന്റ് എന്ന് പറയുന്ന ഞങ്ങളെ അവിടെ പഠിപ്പിച്ച അധ്യാപകര് എല്ലാവരും, ജനങ്ങളെല്ലാം ഞങ്ങളെ അറിയും, പ്രത്യേകിച്ച് എന്നെ. എന്റെ ഭവനത്തിനും 8ാമത്തെ എന്റെ പേരാണ്, പ്രിൻസി ഭവൻ എന്നാണ്, വീട്ടുപേരല്ല ഇട്ടത്. അപ്പൊ ഇല്ല, മറിയേയും മാർത്തയും ലാസറിനെയും ബഥാനിയുടെ ഗ്രാമത്തിൽ അറിയപ്പെട്ടതുപോലെ
എന്നെയും എന്റെ ഗ്രാമത്തിൽ പ്രിൻസിയുടെ ഭവനം എന്ന് പറഞ്ഞാണ് അറിയപ്പെടുന്നത്. അതൊക്കെ വലിയ സന്തോഷമാണ് എനിക്ക്. ഇപ്പോഴാണ് അതിന്റെ പൊരുളൊക്കെ എനിക്ക് മനസ്സിലായത്. അപ്പോഴ് ഞങ്ങള് എന്റെ ഫാദർ വില മേടിച്ച ഭവനത്തിലേക്ക്, അവിടെയാണ് ഈ ട്യൂട്ടോറിയം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞത്. ആ ഭവനത്തിലേക്ക് ഞങ്ങള് താമസിച്ചിരുന്ന അമ്മ വീട്ടിൽ നിന്ന് ഞങ്ങളെ അവിടേക്ക് മാറ്റി പാർപ്പിച്ചു. പക്ഷെ അവിടെയും ഞങ്ങൾ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നശിച്ചു പോകേണ്ടിയിരുന്ന ഞങ്ങളെ ഓരോരുത്തരായി വിടുവിച്ച് തോർക്കുമ്പോൾ ഇന്ന് വേറെ സന്തോഷം ഞങ്ങൾ അനുഭവിക്കുന്നു. അപ്പോഴ് എന്റെ സഹോദരന് ഒരു ദിവസം ഭവനത്തിൽ ആരാധന നടക്കുമ്പോൾ റോഡ് സൈഡിൽ, മെയിൻ റോഡിലാണ് ഞങ്ങളുടെ വീട്. ഇഷ്ടംപോലെ വണ്ടി വാഹനങ്ങൾ 24 മണിക്കൂറും പോകുന്നിടത്താണ്. ഐപിസിയുടെ വേലയാണ് ഭവനത്തിൽ നടക്കുന്നത്. എന്റെ സഹോദരൻ ചെന്ന് ആ വെള്ളമെല്ലാം വാരി ഒഴിച്ച് റോഡ് സൈഡിൽ കല്ലും മണ്ണും വാരി ഇടുക. വേറെ വല്ലവർക്കും ആണെങ്കിൽ ഇനി ദൈവത്തെ വിട്ട്, ഈ വിശ്വാസത്തെ വിട്ട് പോകാമെന്ന് വിചാരിക്കും. ഞങ്ങളെ കല്യാണം കഴിച്ചിട്ട് പോലും ഇല്ല. അപ്പോഴും ഞങ്ങൾ ഓടി കുണ്ടറ ചർച്ച് ഓടിലേക്ക് ചെന്നു. എന്നിട്ട് അന്ന് കോരുത പാസ്റ്ററാണ് അവിടെ ശുശ്രൂഷ ചെയ്യുന്നത്. പാസ്റ്റർ 2 പേരെ വിട്ടിട്ട് പറഞ്ഞു, പെട്ടെന്ന് പ്രിൻസിയുടെ ഭവനത്തിലേക്ക് ചെന്നിട്ട് ആ മകനെ നിങ്ങൾ അകത്ത് കയറ്റണം. അന്ന് ദാനിയേൽ സാറും മോനിച്ചാനും കൂടെ വന്നിട്ട് ജോസ്മോനെ എന്ന് വിളിച്ചിട്ട് കൊണ്ടുവന്ന് കുളിപ്പിച്ച് അകത്ത് കയറ്റിയതൊന്നും ഞങ്ങൾക്ക് അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റത്തില്ല. 5 വർഷം കൊണ്ട് അവിടെ നിന്ന് ഒരുപാട് പേര് വന്നു. പക്ഷെ അവരാരും, ഞങ്ങളുടെ ദേശത്തുള്ളവരാരും എല്ലാവരെയും പിന്മാറ്റത്തിൽ കൊണ്ടുപോകണം. ഞങ്ങളുടെ ദേശത്തിന്റെ ഒരു കുഴപ്പമാണ്. പക്ഷെ ഞാൻ ഇറങ്ങിയപ്പോ ഞാൻ വില കൊടുക്കാൻ തുടങ്ങി. ഞാൻ നീലഗിരിയിൽ നിന്ന് വന്നപ്പോ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ഒരു പ്രാർത്ഥന, ഈ ദൈവമക്കൾ എങ്ങനെയാ പ്രാർത്ഥിക്കുന്നത് അതുപോലെ പ്രാർത്ഥിക്കാൻ എനിക്കും ഒന്ന് കൃപ തരണേ. അത്രയും മാത്രമേ ചെറിയ ചെറിയ കാര്യങ്ങളെ യേശുപ്പച്ചനോട് ഞാൻ ആവശ്യപ്പെട്ടുള്ളൂ. അപ്പോഴ് എനിക്ക് ഞാനിങ്ങനെ 98 രക്ഷിക്കപ്പെടുന്നത്. 98 നീലഗിരിയിൽ വന്ന് അപ്പോഴ് ഞാനിങ്ങനെ എനിക്ക് സ്നാനപ്പെടണമെന്ന് ഈ കാത്തലിക്സ് ബൈബിള് വായിച്ചപ്പോ യേശു കർത്താവ് ഇങ്ങനെ യോർദാനില് യോഹന്നാന്റെ കൈ കീഴിൽ സ്നാനപ്പെട്ടെന്ന് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നു. പെന്തക്കോസ്ത് ബൈബിളിലല്ല. അപ്പം ഞാൻ വിചാരിച്ചു, കർത്താവെ ഇതിനകത്ത് ഇത്ര കൃത്യമായി വ്യക്തമായി എഴുതി വെച്ചിരിക്കുന്നെങ്കിൽ എനിക്ക് സ്നാനപ്പെടണം. പാസ്റ്റർ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, 5 ആണ് 4 പെണ്ണ്, ഏറ്റവും ഇളയ ആള് കന്യാസ്ത്രീയാണ് ഇറ്റലിയില്. പാസ്റ്ററിന് ഭയങ്കര ഒരു ഭയം ഉണ്ടായി. നീലഗിരിയിൽ തന്നെ പോയി സ്നാനപ്പെട്ടോളാൻ പറഞ്ഞു. എന്നിട്ട് ഇവിടെ മെമ്പർഷിപ്പ് തരാണെന്ന് ചർച്ച കൂടിലും. അങ്ങനെ ഞാൻ നീലഗിരിയിൽ തന്നെ പോയി സ്നാനപ്പെട്ടു. അങ്ങനെ ഈ പ്രിയമുള്ളവരെ, നമ്മുടെ കാതിലെ സ്വർണങ്ങളൊക്കെ ദൈവം ഊരാൻ പറഞ്ഞിട്ടാണ്. എങ്കിലും ഞാൻ ഭവനത്തിൽ വന്നു. എന്നെ കോരുത് പാസ്റ്റർ, പിന്നെ അന്നത്തെ സാറാക്കുട്ടി മാമയുടെ മകൻ റോയിൻ ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്നു, എന്നെ കൊണ്ടു ചെന്ന് പായിപ്പാട് ന്യൂ ഇന്ത്യ ബൈബിൾ സെമിനാരിയിലാക്കി. അപ്പൊ എനിക്ക് അവിടെ അത്ര നല്ലതായിരുന്നില്ല. ഒരു 4 മാസം കഴിഞ്ഞപ്പോ ഞാൻ ഇറങ്ങിപ്പോന്നു. ഞങ്ങൾ ഒരുമിച്ച് കർത്തൃവേല ചെയ്യുന്ന മണിയമ്മ ആന്റി, അവിടുത്തെ വാർഡനായിരിക്കുന്ന അക്കൗണ്ടന്റും കൂടിയാണ്. ഞാൻ പറഞ്ഞു, എനിക്കിവിടെ നിൽക്കാൻ ഇഷ്ടമില്ല, ഇവിടുത്തെ ജോലി ചെയ്യാനൊന്നും അല്ല ഞാൻ വന്നത്, ഞാൻ പൈസ തന്നിട്ടാണ് ഇവിടെ പഠിക്കുന്നത്, ജോലി ചെയ്യുന്നവർ ചെയ്യട്ടെ. എനിക്ക് നല്ല അഹങ്കാരം. കാരണം നമ്മൾ ഓരോ പ്രോസസ്സിങ്ങിലൂടെയാണോ ഓരോ പ്രാവശ്യം വളരുന്നത്. ഒരു ആത്മാവ്, ഒരു പരിശുദ്ധാത്മാവ് എന്നിൽ ഇല്ലായിരുന്നു. അപ്പൊ മണിമാൻഡി പറഞ്ഞു, പ്രിൻസിയെ നല്ല ട്രെയിനിങ്ങിലിട്ട് തമ്പുരാൻ പണി. അന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാനിങ്ങനെ വീട്ടിലേക്ക് പോന്നു. ജെസ്സി ടീച്ചർ, ഡോക്ടർ ജെസ്സി ടീച്ചർ പറഞ്ഞു, പ്രിൻസി മോളെ പോവല്ലേ എന്ന് പറഞ്ഞു ഇവിടെ പഠിക്കാൻ. പക്ഷെ ഇന്ന് ഞാൻ ശുശ്രൂഷ ചെയ്യുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൽ എന്നെ നന്നായി പഠിപ്പിച്ചു. എന്നിട്ട് എൻ്റെ സഹോദരന്, എനിക്ക് 4ാമത്തെ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. എൻ്റെ ഫാദറിനെ അടിക്കും, എൻ്റെ അമ്മയെ അടിക്കും, എന്നെ അടിക്കും, ഞങ്ങളെ എല്ലാം അടിക്കും. എൻ്റെ 5ാമത്തെ സഹോദരന്റെ തലയൊക്കെ അടിച്ചു പൊട്ടിച്ചു. ഞങ്ങൾ ദേശത്ത് നിന്ദിതരും അപമാനിതരും കൂത്തുകാഴ്ചയിലും ഈ വിശ്വാസത്തിൽ വന്നിട്ടും ഭയങ്കരമായിട്ട്. പക്ഷെ ഈ ദൈവത്തെ വിട്ടൊരു കളിയില്ല. എന്തെല്ലാം വന്നോട്ടെ, ഞങ്ങൾക്ക് ഇതൊന്നും. എന്നെ സംബന്ധിച്ച് എൻ്റെ അമ്മയും അപ്പനും അല്ലെങ്കിൽ സഹോദരങ്ങൾ എപ്പോഴും പറയും, ഞങ്ങൾ വേറെ ആരെയല്ല നോക്കുന്നത്, നിന്നെ നോക്കിയാ ഞങ്ങൾ നിലനിൽക്കുന്നതെന്ന്. അവര് നോക്കാന് ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് നന്നായിട്ട് എന്ത് പ്രശ്നം വന്നാലും അവരെ ഉറപ്പിക്കുന്നത് ഞാനാണ്. ഞങ്ങൾക്ക് ഒത്തിരി പ്രശ്നം വന്നിട്ട് എൻ്റെ മാനസിക രോഗിയായ സഹോദരൻ ഇന്നില്ല, ലോകത്തോട് വിട പറഞ്ഞു. 5ാമത്തെ സഹോദരൻ ഞങ്ങളെ എടുത്തിട്ട് ഒത്തിരി ഉപദ്രവിക്കും. അതൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഞങ്ങൾ അപ്പുറത്തെ വീട്ടിൽ പോയിരിക്കുമ്പോ അവര് ചോദിക്കും, അവരുടെ ടോയ്ലറ്റിൽ പോയി ഒളിക്കുമ്പോ അവര് ചോദിക്കും, നിങ്ങളുടെ ദൈവം എവിടെയെന്ന്.
പക്ഷേ ഞങ്ങളുടെ ദൈവം ഏത് പ്രശ്നം വന്നാലും, ഏത് പ്രതിസന്ധി വന്നാലും ഞങ്ങളോട് കൂടെ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളെ അങ്ങനെ വിട്ടുകളയുന്ന ദൈവത്തെ സേവിക്കാനല്ല. അവൻ സർവശക്തനാണ് എൻ്റെ യേശുപ്പച്ചൻ. സർവ്വവ്യാപിയാണ്, സർവജ്ഞാനിയാണ്. ഞങ്ങളോട് കൂടെ ഞങ്ങളുടെ ഹൃദയത്തിൽ വാസം ചെയ്യുന്ന ദൈവത്തിൽ, അങ്ങനെ ദൈവം ഞങ്ങളെ വചനത്തിലൂടെ നല്ല ഉറപ്പിക്കുക. അമ്മയോടും സഹോദരങ്ങളോടും ഒക്കെ പറയും ദൈവം നമ്മളെ കൈവിട്ടിട്ടില്ലെന്ന്. എന്നിട്ട് ഞാന് പിന്നെ ബൈബിൾ കോളേജിൽ നിന്ന് ഇറങ്ങിയപ്പോ ഷീബ രാജു എന്ന് പറയുന്ന വെള്ളക്കുളങ്ങര ചർച്ചകോടില് അവള് എന്നെ വിളിക്കും, വീട്ടിൽ വന്നിട്ടും വിളിക്കും. അവള് MD എടുത്ത് ഗ്രാജുവേറ്റ് ആയ ഒരു വ്യക്തിയാണ്. എന്നെ വിളിച്ചിട്ട് പറയും, വാ നീ എന്റെ ഭവനത്തിൽ, അടൂരാണ്, വന്നിരുന്ന് പ്രാർത്ഥിക്ക്. അങ്ങനെ എന്റെ ഭവനത്തിൽ എനിക്ക് പ്രാർത്ഥിക്കാനും ഒരു ആത്മീയത ഉള്ള ഒരു സാന്നിധ്യം അല്ലായിരുന്നു. അപ്പൊ അവളുടെ വീട്ടിലേക്ക് ഓടും. കൂടുതലും ഞാൻ ചെലവഴിച്ചിട്ടുള്ളത് അവളുടെ വീട്ടിലാണ്. അപ്പം ആ സമയത്ത് ഞാൻ ഇറങ്ങിയ കാലഘട്ടത്തില് 98, 99 ആ കാലഘട്ടത്തിലൊക്കെ വെള്ളക്കുളങ്ങര ചർച്ച കൂടി 21 ദിവസം ഫാസ്റ്റിംഗ് പ്രയർ നടക്കും. അപ്പോഴ് ഞാനും അവളും കൂടെ അവിടേക്ക് ഓടിപ്പോയിട്ട് അവിടെ ഒരു ആന്റിയുടെ വീട്ടിൽ ഇരുന്നിട്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് 21 ദിവസവും പോസ്റ്റ് വെറും വെള്ളം കുടിച്ചിട്ട്. അവള് എനിക്ക് ഒത്തിരി അനുഗ്രഹമായി തീർന്നിട്ടുണ്ട്. അവളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് കഴിഞ്ഞ് ഞാൻ തേവലക്കര ചർച്ചകോടിൽ എന്റെ ഭവനത്തിൽ 21, തേവലക്കര ചർച്ചകോടിൽ 21, അതുപോലെ മാഞ്ഞാലി സഭയിൽ 21, പുത്തരിക്കണ്ട മൈതാനത്ത് ബ്രദർ സുരേഷ് ബാബുവിന്റെ ഒരുപാട് അനുഗ്രഹിക്കപ്പെട്ട ലോകത്തിലെ തന്നെ മോസിങ്, പിന്നെ അതുപോലെ തന്നെ M പൗലോസ്, MA വർഗീസ് പാസ്റ്റർ, ഒരുപാട് പേര് ഞങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും ഞങ്ങളെ എഴുന്നേൽപ്പിക്കുകയും ഒത്തിരി ബ്ലസ് ചെയ്യുകയൊക്കെ ചെയ്യുക. നിങ്ങൾ ഒത്തിരി പേർക്ക് അനുഗ്രഹമായി തീരുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങള് വെറും വെള്ളം, ക്ലോറിൻ വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് നല്ല യൗവനം കർത്താവിന് കൊടുക്കാൻ ഇടയായി തീർന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ ശരിക്കും യേശുപ്പച്ചൻ മാനിക്കും എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം ഞാൻ ഇങ്ങനെയാക്കി കൊണ്ടുവന്ന ദൈവത്തിന് സ്തോത്രം. പ്രതിസന്ധി ഘട്ടങ്ങള് 21 ദിവസം ഉപവസിച്ചത് കൊണ്ടൊന്നും നമ്മൾ ഒരു നല്ല പ്രോസസ്സിങ്ങില് സ്ഥിരമായി ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തോടു കൂടെ നടക്കുകയും ചെയ്യുന്ന അതേ പരിശുദ്ധാത്മാവില് ആലോചന സ്വീകരിക്കുക, ആ പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസിനകത്ത് നടക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ ദൈവം മാനിക്കുമെന്നുള്ളതിന്റെ അങ്ങനെ എന്റെ ഭവനത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായി. അപ്പൊ ഞാൻ ഈ 4ാമത്തെ സഹോദരനെ ഞാൻ വിചാരിക്കും അങ്ങ് പെട്രോൾ ഒഴിച്ചെങ്കിലും കത്തിച്ചു കളയണം. എനിക്ക് ഒത്തിരി വിരോധം സഹോദരനോട് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഏറ്റവും കർത്താവിൽ സ്നേഹിക്കുകയും എന്നെ ബഹുമാനിക്കുകയും എന്റെ സഹോദരി എന്ന് എല്ലാ ആൾക്കാരോടും പറയുകയും ചെയ്യുന്ന ആ സഹോദരനെ എനിക്ക് തന്നിരിക്കുന്നത് ഓർത്ത് സ്തോത്രം. ഒത്തിരി അടുക്കും ചിട്ടയുള്ള നല്ലൊരു ഭവനമാക്കി ദൈവം ഇന്ന് തീർത്തു. അത് കഴിഞ്ഞ് 2004 ഒക്ടോബർ മാസത്തില് എനിക്ക് ആലോചന വന്നു. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ കല്യാണം കഴിക്കുന്നെങ്കിൽ നല്ല കാര്യമുള്ള, നല്ല സുന്ദരനായ, ബൈബിൾ കോളേജിൽ പഠിച്ച നല്ല ഒരാളെ കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ എനിക്ക് വേണ്ട. അപ്പൊ ഇങ്ങനെ എനിക്ക് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ കല്യാണം കഴിച്ചാല് ആ ബന്ധം എങ്ങനെയായിരിക്കും, മനുഷ്യൻ എന്നെ ഇട്ടിട്ട് പോകുമോ, ഞാൻ ഈ സൂചിയൊക്കെ എടുത്ത് കഴിച്ചാൽ ഞാൻ ഒത്തിരി ചോദ്യങ്ങൾ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് തലമുറ ഉണ്ടാകുമോ, അല്ലെങ്കിൽ അവരുടെ വീട്ടുകാർ നമ്മളെ ഉപേക്ഷിക്കും, ആ മനുഷ്യൻ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടല്ലെങ്കിൽ നമ്മളെ ഉപേക്ഷിച്ചു പോകും. അങ്ങനെ ഞാന് ഒത്തിരി ഭാരപ്പെട്ടു. എന്നാൽ 2004 ഒക്ടോബർ മാസത്തില് എനിക്കൊരു ആലോചന വന്നു. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ വളരെ കാണാൻ വന്നപ്പോ സുന്ദരനായ ഒരാളാണ്, നല്ല ഹൈറ്റ് ഉണ്ട്, നല്ല ജെന്റിൽ ലുക്കായ ഒരു മനുഷ്യൻ. അപ്പം ഞാൻ പറഞ്ഞു എന്ത് കുഴപ്പമുണ്ടായാലും ഇത് തന്നെ മതിയെന്ന്. അപ്പോഴ് പുള്ളി മാർത്തോമ കുടുംബത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് 18 വയസ്സിൽ വിശ്വാസത്തിൽ വന്ന് തളർന്നു പോയ ഒരു മനുഷ്യനെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. എന്നെ കാണാൻ വരുമ്പോ തളർന്നിട്ടൊന്നുമില്ല. അപ്പം അവരുടെയൊക്കെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു തളർന്നു പോയതാണെന്ന്. എന്റെ ചേച്ചിയെ വിളിച്ചിട്ട് പറഞ്ഞു അപ്പൊ എന്നെ സഹിക്കണമെങ്കിൽ പാവം പിടിച്ച ഒരാളായിരിക്കണം, നല്ലൊരു മനുഷ്യനായിരിക്കണം. അപ്പോഴ് അങ്ങനെ ഞങ്ങളുടെ 2004 ഒക്ടോബറിൽ ഞങ്ങളുടെ കല്യാണം വളരെ സന്തോഷമായിരുന്നു. കല്യാണം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോ ഗ്രേസ് ബൈബിൾ കോളേജില് BTH എടുത്ത ഒരാൾ. അത് കഴിഞ്ഞ് കൊട്ടാരക്കര കുഞ്ഞപ്പൻ വർഗീസിന്റെ ബൈബിൾ കോളേജില് പാസ്റ്റർ കുഞ്ഞപ്പൻ വർഗീസിന്റെ ബൈബിൾ MD പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ കല്യാണം. നന്നായി പക്ഷേ കൈകാര്യം ചെയ്യാവുന്ന നല്ല ശുശ്രൂഷയുള്ള ഒരു മകനെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. പക്ഷേ 2005 തുടക്കത്തിലാണ് ശുശ്രൂഷ സംബന്ധമായി ബേക്കറിന് ദുബൈയിലേക്ക് പോകുന്നത്.
അപ്പൊ പിന്നെ ഒരു മാസത്തോളമേ ഞങ്ങള് തമ്മിൽ ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ ഭവനത്തിലാക്കിയിട്ടാണ് ശുശ്രൂഷയ്ക്ക് പോകുന്നത്. 2005 തുടക്കത്തിൽ 6 മാസം ശുശ്രൂഷ ചെയ്ത് മടങ്ങി വന്ന് പിന്നെ പുള്ളി തളർന്നുപോയി. അപ്പൊ അവരുടെ വീട്ടില് അത്ര നല്ല സുഖകരം, അവർ മാർത്തോമാക്കാർ തന്നെയാണ്, ഇപ്പോഴും അവർ മാർത്തോമയിലാണ്. അത് അത്ര സുഖകരമായ ജീവിതമായിരുന്നില്ല. ഞാൻ ആടിപ്പാടി ഹോസ്റ്റലിൽ നിന്ന് ഹോസ്റ്റലുകളിലേക്ക് അങ്ങനെ ഒറ്റ മകളെ പോലെ ജീവിച്ച ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു. എന്നെ അറിയാത്ത ബോബ് ചെയ്തിട്ടിരുന്നോണ്ട് എന്നെ എല്ലാവർക്കും അറിയാം. അപ്പം അവിടെ അത്ര നല്ല സുഖകരമായിരുന്നില്ല. എന്റെ ആത്മീയ സാന്നിധ്യം മുഴുവനും നഷ്ടപ്പെട്ടു. എനിക്കൊരു വാശി ഉണ്ടായിരുന്നു, ഞാൻ അവരുടെ കിണറ്റിലോ വല്ല ആത്മഹത്യ ചെയ്തിട്ട് ഇവരുടെ എല്ലാം പേരെഴുതി വെച്ചിട്ട് മരിക്കണമെന്ന്. എനിക്ക് ഒരു 5 പൈസ എനിക്ക് കയ്യിലെടുക്കാനില്ല, ഒന്നുമില്ല. ഞാനൊരു ഭ്രാന്തിയെ പോലെ ആയിത്തീർന്നു. എനിക്ക് തലച്ചോറിന് എന്തോ സംഭവിക്കുന്നുണ്ട്, കഠിന സൈനസും. ഞാൻ വിചാരിക്കുന്നു ഞാൻ മുമ്പ് എടുത്തു കഴിച്ച അതിന്റെ ഫലമായിട്ട് എനിക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന്, എനിക്കൊരു ക്യാൻസർ, ഒരു മാരക രോഗത്തിന് അടിമയാണെന്ന് ഞാനങ്ങ് തന്നെ എന്റെ ഉള്ള ആത്മസാന്നിധ്യം. അപ്പൊ ഞാൻ ഇറങ്ങിയ കാലത്തെ ഞാൻ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ ചെന്ന് ഈ പുതുമണവാളിലും പുതുമണവാട്ടിയൊക്കെ അല്ലേ, അപ്പൊ അതിൻ്റെതായ ഒരു ഒഴുക്കിൽ അങ്ങ് പോയി. പക്ഷേ ദൈവാത്മാവ് പ്രിയമുള്ളവരെ നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ആ ശുശ്രൂഷ തമ്പുരാൻ ചെയ്യിപ്പിക്കും, നാം റെഡിയാണെങ്കിൽ. അങ്ങനെ അവരുടെ വീട്ടില് അവരുടെ വീട്ടുകാര് നമ്മളെ കൊണ്ട് ഒത്തിരി ജോലി ഏൽപ്പിക്കും. അപ്പൊ എന്റെ മനസ്സ് പാകമല്ല, എനിക്ക് ജോലി ചെയ്യാനായിട്ട്. എനിക്ക് അവരുടെ വീട്ടില് ഒത്തിരി കൂട്ടുകുടുംബമാണ്, പശുക്കളൊക്കെ ഉണ്ട്. എനിക്ക് പുല്ല് വിച്ചാൻ അറിയത്തില്ല, ചേട്ടത്തിമാരത് ചെയ്യും, എന്നെക്കൊണ്ട് അത് ചെയ്യിപ്പിക്കത്തില്ല. അപ്പം കഴിക്കാൻ പോലും നമുക്ക് ഇഷ്ടമല്ല, കഴിക്കുന്നത് പോലും ഉരുകിപ്പോകും. മനസ്സോടെയല്ല ഞാൻ അവിടുത്തെ ജോലികൾ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ഇഷ്ടമില്ലാതാ ചെയ്യുന്നത്. വളരെയധികം മനസ്സ് വേദനിച്ചു. അതൊക്കെ എന്നെ വേദനിപ്പിച്ച് എന്റെ കയ്യിൽ ഒരു കുഞ്ഞിനെ തരത്തില്ല. അപ്പൊ കുഞ്ഞിനെ തന്നാൽ എനിക്ക് ഭർത്താവ് സുഖമില്ലാത്ത ആളാ. ഞങ്ങൾക്ക് ഭർത്താവിനെ കുറിച്ചേ അവർക്ക് അറിയത്തുള്ളൂ. കുഞ്ഞുങ്ങളെ ഉണ്ടാകാത്ത ഒരു വ്യക്തിയാണ് ഭർത്താവ്, തളർന്നുപോയ ഒരു മനുഷ്യനല്ലേ. അപ്പൊ അവരങ്ങനെയാണ് പരിമിതി ഇട്ടാ വെച്ചിരിക്കുന്നത്. പക്ഷെ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. നേരം ആദ്യ കല്യാണം കഴിഞ്ഞ രാത്രി യേശുപ്പച്ചന് കൂട്ടുദാസനോട് ഇങ്ങനെ ഇടപെട്ടു, ഞാൻ പറയാതെ നിങ്ങൾക്ക് തലമുറ ഉണ്ടാകരുത്. തലമുറ ഉണ്ടാകുമെന്നുള്ളതിന്റെ ഒരു വാഗ്ദത്ത അടയാളമാണ് അന്ന് ദൈവാത്മാവ് കൂട്ടുദാസന് നൽകിയത്. എന്നെ കൊണ്ടുപോയി ഒരു മർമാണിയുടെ അടുത്ത് കല്യാണം കഴിഞ്ഞ സമയത്ത് കൊണ്ടുപോയ സമയത്ത് മർമാണി ഇങ്ങനെ കയ്യെ പിടിച്ചപ്പോ പറഞ്ഞു, ഈ കൊച്ചിന് ഒത്തിരി പോയിസൺ ഒക്കെ കഴിച്ചിട്ടുള്ളതുകൊണ്ട് തലമുറ ഉണ്ടാകും. പിന്നെ എനിക്ക് കുഴപ്പമുണ്ടെങ്കിൽ അത് വലിയൊരു കുഴപ്പം തന്നെയാണ് അവരുടെ വീട്ടുകാർക്ക്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കരം വെച്ചു പ്രാർത്ഥിച്ചു. എന്റെ ബ്രസ്റ്റിനകത്ത് ഒരുപാട് മുഴകള് കാണാൻ തുടങ്ങി. ടിവിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു കല്യാണം കഴിക്കുന്ന ആ സമയത്ത്. അപ്പം പുള്ളി പറഞ്ഞു, ഇതൊന്നും ഇവിടെ പറയണ്ട, അവര് നമ്മളെ നന്നായിട്ട് വേദനിപ്പിക്കും, പുള്ളി അതൊന്നും ആരോടും തുറന്നു പറഞ്ഞതുമില്ല. ഞങ്ങൾ രണ്ടുപേരും കരം പിടിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ടിവിക്ക് ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എന്റെ സഹോദരന് ടിവി ഉണ്ടായിരുന്നു. ടിവിയുടെ രോഗത്താലാണ് ഒത്തിരി ഭാരപ്പെട്ടു. ആ സഹോദരനെ ഞാനായിരുന്നു നോക്കുന്നത്. 2 വർഷം കഴിഞ്ഞ് എന്റെ സഹോദരൻ മരിക്കുന്നത്, 5ാമത്തെ. അത് കഴിഞ്ഞിട്ട് ഞാന് 2 വർഷം കഴിഞ്ഞ് ദൈവം എനിക്ക് നല്ല സൗഖ്യം തന്നു. അത് കഴിഞ്ഞ് 2004 ഒപ്പമായിരുന്നു കല്യാണം. അത് കഴിഞ്ഞ് പുള്ളി തളർന്നുപോയി. 2005 ഫുള്ള് തളർന്നുപോയി. 2006 ദൈവാത്മാവ് ഞങ്ങൾ രണ്ടിൻ്റോട് ഇടപെട്ടു. അത് കഴിഞ്ഞ് പുള്ളി ഓക്കെ ആയി, കുട്ടദാസൻ ഓക്കെ ആയി. 21 ദിവസം തേവലക്കര ചർച്ച് കൂടില് കുട്ടദാസന്റെ വിടുതലിന് വേണ്ടി ഞാൻ ഫാസ്റ്റിംഗ് പ്രെയർ ഇരുന്നു. അപ്പോഴും ദൈവാത്മാവ് ഇങ്ങനെ ഒരു കാര്യം ഇടപെട്ടു, യഹൂദിയിലും യെരൂശലേമിലും സമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എന്റെ സാക്ഷിയാകുമെന്ന്. ആ വചനത്തിലാണ് ഞാൻ കയറി പിടിച്ചിട്ട്, ഞങ്ങളെ ഇനിയും കർത്താവിന് ചെയ്യിപ്പിക്കാനുണ്ട്, ഇവിടം കൊണ്ട് തീരുന്നില്ല, തളർന്നു പോയത് കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. അപ്പൊ പലരും കളിയാക്കാൻ തുടങ്ങി, നിങ്ങളുടെ ജീവിതം കട്ടപ്പുകയാ. എന്നെ കാണാൻ വന്ന എന്റെ കർത്തദാസൻ പറഞ്ഞു, തീർന്നുപോയി, നിങ്ങളുടെ ജീവിതം തീർന്നുപോയി എന്ന്. അവര് മാനുഷികമായി കണ്ടപ്പോ ശരിയാ, നിങ്ങൾക്ക് തലമുറയില്ല, എന്റെ കാര്യം ഇവിടം കൊണ്ട് അവസാനിച്ചു, ഇങ്ങനെ തളർന്നുപോയ ഒരു മനുഷ്യനെ ആണല്ലോ എല്ലാവരും കാണുന്നത്.
പക്ഷെ അവിടെ കൊണ്ട് തളർന്നു പോകുന്നു. അതൊന്നും അത്ര നല്ല കാര്യമായിരുന്നില്ല. 6 മാസം തളർന്നു കിടക്കുന്ന ഒരു മനുഷ്യനെ കണ്ടിട്ട്, വിറയ്ക്കുന്നത് കണ്ടിട്ട്, ഒരു മൃതപ്രായനായ ഒരു 90 വയസ്സായ ഒരു വ്യക്തിയെ പോലെ ശരീരം മൊത്തം വിറയ്ക്കുന്നത് കണ്ടിട്ട് കട്ടിലിനടി കയറിയിരുന്ന് അന്യഭാഷ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതൊന്നും ആ ജീവിതം കാണുന്നതും കേൾക്കുന്നതും ആർക്കും അത്ര സുഖകരമായിരുന്നില്ല. എനിക്കും അത്ര സുഖകരമായിരുന്നില്ല. ഇന്ന് പറയുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് ഒരു പുരുഷ പ്രജയെ ദൈവം തന്നു, ഊനമില്ലാത്തതിന് 3.5 കിലോ വെയിറ്റ്. എല്ലാരും പറഞ്ഞു ഞങ്ങൾക്ക് 2 പേർക്ക് ഒത്തിരി കുറവുകളുണ്ട്, ശാരീരികമായിട്ട് നോക്കിയാൽ ഒത്തിരി നെഗറ്റീവ് ഉള്ള. എന്റെ അപ്പച്ചൻ ഞങ്ങൾക്ക് തന്നത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നല്ല സുന്ദരനായ ഒരു കുഞ്ഞിനെയാണ് ഞങ്ങൾക്ക് തന്നത്. അതിനെ ഓർത്ത് ദൈവത്തെ എല്ലാവർക്കും വലിയ അത്ഭുതമായി. അത് കഴിഞ്ഞ് 2005 തൊട്ട് 2009 വരെ കർത്തൃവേലയില് ഗൾഫിലെ ശുശ്രൂഷയിലായിരുന്നു. ഞങ്ങൾക്ക് ഒരുപാട് മീറ്റിങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. 2009 പിന്നെയും ബഹറിൽ ശുശ്രൂഷ ചെയ്ത്, മസ്കറ്റില് പലയിടങ്ങളിൽ ശുശ്രൂഷ ചെയ്ത് മടങ്ങി വന്ന് കിടപ്പിലാകും. അപ്പോഴ് അവരുടെ മാർത്തോമ കുടുംബക്കാരായതുകൊണ്ട് എന്നെ അവിടെ അവർ നിർത്തത്തില്ല. എന്റെ കൈക്കുഞ്ഞിന് അവന് എനിക്ക് തോന്നുന്ന 4 വയസ്സായി. 4 വയസ്സായപ്പം അവര് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളുടെ മോനെ നോക്കിക്കോളാം, പൊക്കോളാൻ പറഞ്ഞു. അതെനിക്ക് അത്ര നല്ല ഇതായിരുന്നില്ല. ഭർത്താവിന്റെ തണലിലെ സംരക്ഷണത്തില് നമ്മൾ നിന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ നമുക്ക് ഒരു നഷ്ടപ്പെടില്ല, വലിയ ദുഃഖമായി. എനിക്ക് മുമ്പോട്ട് പോകുന്നത് എങ്ങനെയെന്ന് അറിയത്തില്ല. എന്നെ വളരെയധികം വേദനിച്ചു. എന്റെ ഭവനത്തിലും എന്നെ ഒത്തിരി സ്നേഹിച്ചിരുന്ന വീട്ടുകാര് എന്നെ മാറ്റി നിർത്തി. ആ ഭവനത്തിൽ നിന്ന്, എന്റെ കുടുംബത്തിൽ നിന്ന് എനിക്കൊരു എരുത്തിൽ കിട്ടിയിട്ടുണ്ട്, ഷെയറായിട്ട്. ഞാൻ ഈ ചലഞ്ചിങ് ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ എങ്കിലും ഞാന് 2009 എന്റെ ഭവനത്തിലേക്ക് മടങ്ങി വന്നു. എന്റെ കൈക്കുഞ്ഞുമായിട്ട് ആ എരുത്തിൽ അത്ര നല്ല ഇതൊന്നും അല്ലായിരുന്നു. അട്ടയും എലിയും ഒരു വൃത്തിഹീനമായ ഒരു ഷെയർ അതിനകത്തേക്കൊന്ന് മാറി. 2009 അതിനകത്തിരുന്നു കൊണ്ട് പത്മോസിൽ ഏകനായിട്ട് യോഹന്നാൻ പ്രാർത്ഥിച്ചതുപോലെ എനിക്ക് ഇതൊന്നും ഒരു വിഷയമല്ല, എരുത്തില് വിഷയമല്ല. ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്കൊരു മാറ്റം തരണേ, എന്റെ വീട്ടുകാര് കാണേണ്ടതിന്. അവരുടെ മുമ്പിൽ ഞാനൊരു തകർച്ചയാണ്. എന്റെ കൂട്ടുദാസന്റെ ഭവനത്തിലും എന്റെ ദേശക്കാരുടെ നടുവിലും ഞാനൊരു തകർച്ചയാണ്, ഞാനൊരു നിന്ദിതയാണ്, ഞാനൊരു അപമാനിതയാണ്. ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോഴേ ഞാൻ ഒത്തിരി കരയുമായിരുന്നു. പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്നവരെ, നമ്മള് ദൈവഹിതമല്ലാത്ത കരച്ചിലൊന്നും ദൈവത്തിന് ഇഷ്ടമല്ല. ഞാൻ അന്നൊക്കെ കരഞ്ഞിരുന്നത് ഒരു നുകത്തിന് കീഴില്ല. കർത്താവ് ഇങ്ങനെ എന്നോട് സംസാരിക്കാൻ തുടങ്ങി. അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. നമ്മളെ കർത്താവിൽ സ്വതന്ത്രയാക്കിയെങ്കിൽ നമ്മൾ സ്വതന്ത്രരാണ്. ഞാൻ പിന്നെയും ആ തിരിഞ്ഞു നോക്കുന്ന ഒരു ഇടപാടുകളൊക്കെ ഉണ്ടായിരുന്നു. എനിക്കൊരു ഒത്തിരി പ്രോസസ്സിങ് ഉണ്ടല്ലോ നമ്മുടെ ജീവിതത്തില്. അപ്പോഴ് എന്റെ കുഞ്ഞിനൊരു ഫാനില്ല, അവന് ഞാൻ വീശി കൊടുക്കും. അതോടെ വീടില്ലാതെ കഥക് വരും തുറക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കണം നമ്മള്. അങ്ങനെ ഞാന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമേ, നീ എന്നെ ഉദ്ധരിച്ച് വിടുവിക്കണേ. എനിക്ക് നാളെ രാവിലെ ഒന്നുകിൽ എന്റെ കുഞ്ഞിനെ കൊന്നു കളയണം, അല്ലെങ്കിൽ നാളെ രാവിലെ എനിക്കൊരു ഫാൻ കിട്ടും. ഇതാ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്റെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്താൻ തുടങ്ങി. അപ്പോഴ് എന്റെ അമ്മാച്ചന്റെ ഭാര്യ വിശ്വാസിയൊന്നുമല്ല, കാത്തലിക്സിൽ നിൽക്കുന്ന ഒരു ലേഡിയാണ്. അവർക്ക് ദൈവം ഒരു ദർശനം കൊടുത്തു. പ്രിൻസി ഇരുന്ന് കരയുക, പെട്ടെന്ന് ഒരു ഫാൻ കൊണ്ടു കൊടുക്കുന്നു. അവരുടെ മകന് എയർഫോഴ്സിലാ. അപ്പൊ അവനോട് ക്യാൻറ്റീനിൽ നിന്ന് പറഞ്ഞു, ഒരിക്കലും സീലിംഗ് ഫാൻ മേടിച്ചു. എനിക്ക് വേണ്ടാത്തതൊന്നും ഞാൻ മേടിക്കത്തില്ല, എനിക്കൊരു ടേബിൾ ഫാൻ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കൊരു ടേബിൾ ഫാൻ കൊണ്ടു തന്നു. 4 വർഷം ഞാൻ എരുത്തിൽ പാർത്തു.
നമ്മളോട് കർത്താവ് പറഞ്ഞത് വാഴുവിനെന്നാണ്. വാഴാതെ വണ്ണം നമ്മൾ ഒരു നുകത്തിൻ കീഴിലാണെങ്കിൽ നമുക്ക് എന്തോ മിസ്റ്റേക്ക് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഞാൻ കൽപ്പിക്കാൻ തുടങ്ങി, എന്റെ മുമ്പിലുള്ള മലകളും ഇടുക്കങ്ങളും ഞെരുക്കങ്ങളും മാറിപ്പോകട്ടെ. ഞാൻ ഇങ്ങനെ പറയുവാൻ തുടങ്ങി, സമുദ്രത്തിലും പെരുവെള്ളത്തിലും കർത്താവിന് വഴിയുണ്ട്. അങ്ങനെ ഞാൻ വചനം പറയാൻ തുടങ്ങി. അതുവരെ ഞാനും ഒരു ഇരുട്ടിലായിരുന്നു. ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയുക, ഊരിൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനന്തവും ഭയപ്പെടുകയില്ല. എല്ലാ നാളും എല്ലാ കാലത്തും മനുഷ്യരൊക്കെ നമ്മൾ ഓരോന്ന് പറയും, തള്ളിക്കളയാത്ത ഒരു ദൈവമുണ്ട് നമുക്ക്. അങ്ങനെ ഞാന് 2014 4 വർഷം ഞാൻ എരുത്തിലായിരുന്നു. അതിനകത്ത് എനിക്കൊരു വിഷമവും ഇല്ല, സന്തോഷമേ ഉള്ളൂ. വലിയ പ്രത്യാശയായിരുന്നു എനിക്ക്. അവിടെ നിന്ന് ദൈവം എനിക്കൊരു മാറ്റം തരാൻ പോവുകയാന്ന് ഞാൻ ഇങ്ങനെ വിശ്വസിച്ചു. കുഞ്ഞിനെ സ്കൂളിൽ ചേർക്കണം. അങ്ങനെ സ്കൂളിൽ ചേർക്കേണ്ട സമയമായപ്പോഴാ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, എന്റെ യേശുപ്പച്ച, ഞങ്ങൾക്ക് 0 ബാലൻസ് ആണ്. മോശയെ കുറിച്ച് പറയുമ്പോ ശിശു സുന്ദരൻ എന്ന് കണ്ടിട്ട് ആ രാജ്ഞി എടുത്തോണ്ട് പോയി. എവിടെ നിന്ന് ആജ്ഞ പുറപ്പെടുവിച്ചോ അവിടെ നിന്ന് തന്നെ സംരക്ഷകരായി മാറിയതുപോലെ ഞാനിങ്ങനെ വിശ്വസിക്കും. ആ ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് ഇസ്രായേൽ ജനത്തിന് വേണ്ടത് കൊടുത്തുവെങ്കില് കാറ്റിലും ദൈവത്തിന് വഴിയുണ്ട്. ഞാൻ വിശ്വസിക്കുകയാണ്. അങ്ങനെ എന്നെ ഒരു പട്ടണത്തിലേക്ക്, കൊല്ലം പട്ടണത്തിലേക്കും മാറ്റി പാർപ്പിക്കുക. തങ്കശ്ശേരി എന്ന് പറയുന്ന പട്ടണത്തിലേക്ക് ദൈവം എന്നെ കൊണ്ടുപോയി. അത് വലിയൊരു മെറുക്കളായിരുന്നു. ഇങ്ങനെ അവിടെ കൊണ്ടുപോയി 2014 ഞങ്ങൾ അവിടേക്ക് പോകുന്നത്. തങ്കശ്ശേരി പട്ടണത്തിലെ ഏറ്റവും വലിയൊരു സ്കൂളാണ് ആംഗ്ലോ ഇന്ത്യൻ ഇൻഫന്റ് ജീസസ് എന്ന് പറയുന്നത്. 1ാം ക്ലാസ്സിലാ കുഞ്ഞിനെ കൊണ്ട് ചേർത്തു. അത് കഴിഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ പറയാൻ തുടങ്ങി, ഞാൻ വെച്ചിട്ടില്ലാത്തതും ഞാൻ പണിയപ്പെടാത്തതുമായ ഈ ദേശത്ത് കർത്താവ് എനിക്കൊരു ഫ്ലാറ്റ് തരാൻ പോവുകയാണ്, അതിനുള്ള റെന്റും തരാൻ പോവുകയാണ്. ഞാനിങ്ങനെ വിശ്വാസത്താൽ പ്രഖ്യാപിക്കുക, ദൈവം എനിക്ക് തന്ന ഒരു നിയോഗമാണ്. പക്ഷെ ആ പട്ടണത്തില്, ആ ദേശത്ത് ഒരു ഭവനം അങ്ങനെ കിട്ടത്തില്ല. എല്ലാം റെന്റിന് കിടക്കും. എല്ലാവരും അതിനകത്ത് പാർക്ക് ചെയ്യുക. കുഞ്ഞുങ്ങളെ അവിടെ എഡ്യൂക്കേഷന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന അതിന്റെ ഒരു കുത്തക തന്നെയാണ്. അവിടെ ട്യൂഷന്റെയും സെന്റർ മാത്രമാണ്. പക്ഷേ ദൈവ നിയോഗം എന്ന് പറയട്ടെ, അവിടുത്തെ വൈസ് പ്രിൻസിപ്പൾ നിമ്മി മിസ്സിനോട് എന്ന് പറഞ്ഞു, എനിക്കൊരു വീട് വേണം. അന്നേരം ഇങ്ങനെ തന്നെ പറഞ്ഞു, നിമ്മി മിസ് അന്നേരം കിട്ടാൻ പ്രയാസമാ. പക്ഷെ ആ സ്കൂളിന്റെ അടുത്ത് തന്നെ മനോഹരമായ ഒരു ഫ്ലാറ്റ് എനിക്ക് വേണ്ടി ദൈവം തുറന്നിട്ടുണ്ട്. ഞാനും കുഞ്ഞു മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്ക് സേഫ് ആയിരിക്കണം. അപ്പൊ ഞാൻ എഡ്യൂക്കേഷൻ അന്ന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഹസ്ബൻഡ് നമ്മൾ ഇന്ന് ഒരു ഭവനത്തിലായപ്പോഴും എനിക്ക് ഈ കുഞ്ഞ് മാത്രമാണ് എൻ്റെ ഏക ആശ്രയം. ഇവിടെ ഈ കൊച്ചിൻ ഞാൻ ഒത്തിരി ട്യൂഷൻ എടുത്തു. എന്നാൽ മുമ്പോട്ട് പോകുന്ന വേളയിൽ നമുക്ക് സപ്പോർട്ടേഴ്സിനെ ദൈവം ഒരുക്കി തന്നു. അത് ഞാൻ കണ്ടിട്ടില്ലാത്ത വ്യക്തികളാണ്. പുറത്തുള്ള ആൾക്കാരെ ഞാൻ ഇങ്ങനെ പറയും, ഒരു ചർച്ച തന്നാൽ അവർ വിളിച്ചു പറയും, ഒരു പാസ്റ്ററോ അല്ലെങ്കിൽ ഒരു സഭാംഗമോ ഒരു കുടുംബാംഗമോ തന്നാൽ അവർ വിളിച്ചു പറയും. പ്രാർത്ഥിച്ചതുപോലെ തന്നെ നമ്മളെ അറിയാത്ത വ്യക്തിത്വങ്ങളെ കൊണ്ട് ഇവർക്ക് സപ്പോർട്ട് കുഞ്ഞിനെ പഠിപ്പിക്കാൻ. അങ്ങനെ നമുക്ക് സപ്പോർട്ട് തന്ന് നടത്തി. എന്നാൽ ഈ കുഞ്ഞിനും എഡ്യൂക്കേഷനും വലിയ പ്രാധാന്യം. കുഞ്ഞ് നന്നായിട്ട് പഠിക്കണം. നന്നായിട്ട് അവനെ ഞാൻ ഉപദ്രവിക്കും. അവൻ എൻ്റെ മുമ്പിൽ അറ്റൻഷൻ ആയിരിക്കണം. കാരണം അമ്മ വളർത്തിയത് കേടുവന്നു എന്ന് പറയരുത്. അപ്പൊ ഇവന് പലപ്പോഴും പറയും, അമ്മയുടെ അടുത്ത് എനിക്ക് ഓടിപ്പോണം എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. എന്നാല് കുറച്ചു നാൾ കഴിഞ്ഞപ്പോ പറയുമായിരുന്നു, അമ്മയെ ഞാൻ ഇതുപോലൊക്കെ ചെയ്യും കേട്ടോ എന്നൊക്കെ പറയുമായിരുന്നു. എന്നാല് 2018 ആദ്യം ബ്രസ്റ്റ് കംപ്ലൈന്റ് വന്നു. ഞാൻ ഒരു മരുന്നും എടുത്തിട്ടില്ല. ദൈവം എനിക്ക് അതിനകത്ത് സൗഖ്യം തന്നു.
പല പ്രാവശ്യം. പിന്നീട് കുഞ്ഞുമായിട്ട് ഞാൻ മെഡിറ്ററിന ഹോസ്പിറ്റലിൽ ചെന്നപ്പം അവര് 2018 എന്നോട് പറഞ്ഞു ബ്രസ്റ്റ് റിമൂവ് ചെയ്യണം. എന്നാൽ പ്രാർത്ഥിച്ചു. കർത്താവ് എനിക്ക് ഒരു സൗഖ്യം തന്നു. കാരണം ദൈവത്തിന്റെ ഒരു പാക്കേജാണ് സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇന്നും ഒരു പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകുന്നു. കുഞ്ഞിന്റെ ഡെലിവറിയോടുള്ള ബന്ധത്തിലും ബയോസ്പിക്കൊക്കെ അയച്ചു. ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. പക്ഷെ ഇന്ന് സന്തോഷത്തോടെ പോകുന്നു. സൗഖ്യം തന്ന ദൈവം വഴി നടത്തുന്നു. അതുപോലെ തന്നെ എനിക്ക് 2018 സ്ട്രോക്ക് വന്നു. എന്റെ ചിരി കോടി, എന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. എന്റെ തലച്ചോറിനകത്ത് ഒരു ഫ്ലൂയിഡ് വന്ന് അത് ചെവിയിൽ കൂടെ ഇറങ്ങിക്കൊണ്ടിരുന്നു. എന്റെ നാവിന്റെ, എന്റെ ശരീരത്തിന്റെ ചലനം, എന്റെ കൈകളൊക്കെ വിറയ്ക്കാൻ തുടങ്ങി. അത് വളരെ ഭയാനകമായിരുന്നു. എന്റെ കുഞ്ഞിന്റെ പഠിത്തം അതോടെ. നമ്മളെ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് എന്തിനാണോ അവിടെ വെച്ച് തമ്പുരാൻ ബ്രേക്കിടും. കാരണം കുഞ്ഞിന്റെ പഠനത്തെയും കുഞ്ഞിനെയും എന്നോട് കർത്താവിന്റെ വേല ചെയ്യാനാ പറഞ്ഞത്. ഞാനതൊന്നും ചെയ്യുന്നില്ല. കർത്താവിന് അതിനകത്ത് നമ്മളോട് താൻ സ്നേഹിക്കുന്ന മക്കളെ ശിക്ഷിക്കുന്നു. അതിനകത്ത് വിഷമമുണ്ട്. ഞാനൊരു പ്രിയ മകളായിട്ടാ, എന്നെ സ്പെഷ്യലായിട്ടാ എന്റെ യേശുപ്പച്ചൻ എന്നെ വിളിച്ചത് എന്നെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഇപ്പൊ ഞാൻ ഇരിക്കുന്ന ഇരിപ്പും നിൽക്കുന്ന നിപ്പും കിടക്കുന്ന കിടപ്പൊന്നും ശരിയല്ലെന്ന് എന്റെ യേശുപ്പച്ചന് നന്നായിട്ട് അറിയാം. അങ്ങനെ എന്നോട് പറഞ്ഞു തങ്കശ്ശേരിയിലെ സമയം 2018 തീർന്നെന്ന്. ഞാൻ പോകാൻ തയ്യാറല്ല. ഞാൻ വേറെ ഒരു വീട് റെന്റിനെടുത്തു. അവിടെ ഞാൻ താമസിക്കാതെ ഓരോ ദിവസവും ഞാൻ ഒരു രോഗിയായി പോകുക. എന്നിൽ പെട്ടെന്ന് ഭയം കയറി. മനോവ്യസന ഹേതുവായി ഒരു മനുഷ്യന്റെ മനസ്സിടിഞ്ഞു പോയാൽ ആർക്കും അതിനെ ചേർത്ത് വെക്കാൻ കഴിയത്തില്ല. ഞാനൊരു മനോരോഗിയെ പോലെ ആയി തീർന്നു. ഞാൻ അന്ന് നിൽക്കുന്ന സഭയിലെ അജിപാസ്റ്ററും കുടുംബവും അവിടുത്തെ കുറെ ആൾക്കാർ വന്ന് എന്നെ ഡോക്ടേഴ്സിന് ട്രീറ്റ്മെന്റിന് പരിശോധിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഭയമായി. ഇവരെന്നെ എന്തെങ്കിലും കുത്തിവെച്ച് കൊല്ലും, എനിക്ക് കാണണ്ട. ഡോക്ടേഴ്സിനെ ഭയമായി, അവരുടെ മരുന്നിനെ ഭയമായി, ഇവരെന്നെ വെച്ച് പഠിക്കുമെന്ന് പറഞ്ഞ് ഭയങ്കര നിലവിളിയായി. അമ്മയുടെ അടുത്ത് ഞാൻ ചോദിച്ചു, എന്റെ കുഞ്ഞിനെ നോക്കുവോ? എന്റെ അമ്മ പറഞ്ഞു, എനിക്ക് 80 വയസ്സ് കൂടുതലായി, ഞാനെങ്ങനെയാ എന്റെ കുഞ്ഞിനെ നോക്കുന്നേ, നിന്റെ കുഞ്ഞിനെ നോക്കുന്നേ? അപ്പോഴ് അങ്ങനെയൊക്കെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായി. ഞാൻ എന്റെ സഹോദരിയുടെ ഭവനത്തിലേക്ക് മാറ്റപ്പെട്ടു. ഞാൻ തങ്കശ്ശേരിയിൽ നിന്ന് പോയി. ഓരോ ദിവസവും എനിക്ക് ലിക്വിഡ് രൂപത്തിലാക്കിയിട്ട് എനിക്ക് വായിൽ ഒഴിച്ചു തരണം. ഭക്ഷണമൊക്കെ ചവയ്ക്കാൻ കഴിയത്തില്ല. എന്റെ പല്ല് തമ്മിൽ ചേരാതെ വന്നു. അത് ഒരു ഒരു ഗമ്മ് വെക്കുന്നത് പോലെ ഒട്ടിപ്പിടിക്കുന്നത് പോലെ തോന്നി. അപ്പോഴ് എന്റെ വീട്ടുകാർക്ക് ഒന്നും അറിയത്തില്ല. ഞാന് ഒത്തിരി പുറകോട്ട് പോകാൻ ഇടയായി. മടങ്ങി വന്ന വിടുതൽ. അങ്ങനെ ഞാൻ 3 മാസം ഒരു മനോരോഗിയെ പോലെ ആയിത്തീർന്നു. പുറമേ നോക്കിയാൽ ആർക്കും ഒന്നും കാണാൻ കഴിയത്തില്ല. എനിക്ക് കുളിക്കാൻ ചെന്നാൽ എന്റെ തലയിൽ വെള്ളം ഇറങ്ങും, അതും പറ്റത്തില്ല. ഞാന് വെയിൽ കൊണ്ടാല് എന്റെ ശരീരത്തിൽ കൂടെ പുഴുക്കൾ പോകുന്നത് പോലെ എനിക്ക് തോന്നും, അതും പറ്റത്തില്ല. എന്റെ മനോനില തെറ്റി. എന്റെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചിട്ട് പറയും, എന്റെ കുഞ്ഞും ഞാനും ഒരു ദിവസം നന്നായി ഈ കട്ടിലില് സഹോദരിയുടെ ഭവനത്തില് ഒരു മനോരോഗിയായി കഴിയുന്നതിനേക്കാള് ഞാൻ മരിച്ചു കിടക്കുന്നതായിരിക്കും നല്ലത്. എന്നാല് ഞാൻ ഒറ്റ ഫോൺ കോൾ ആരെയും വിളിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ഈ തകർച്ചയില് ഞാൻ ഇങ്ങനെ പറയാൻ തുടങ്ങി. എന്നെ ഒരു ഭയവും എന്നെ ഇരുട്ടും ബാധിച്ച് വല്ലാതെ അറ്റാക്ക് ചെയ്യുന്നത് എനിക്കറിയാമായിരുന്നു. അപ്പോഴേ ഞാൻ ഇങ്ങനെ പറയാൻ തുടങ്ങി, യഹോവ എന്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കുകയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും? ഇത് പറയുമ്പോ എനിക്കൊരു ആശ്വാസം, അല്പാശ്വാസം. ഇച്ചിരി കഴിയുമ്പോ പിശാച് എന്നെ വീണ്ടും അറ്റാക്ക് ചെയ്യും. നീ ഒരു രോഗിയാണ്. ഞാൻ പറയും, പിശാചേ, ഞാൻ രോഗിയല്ല, എന്റെ കർത്താവിന് എന്നെ പ്രയോജനപ്പെടുത്താനുണ്ട്. വീണ്ടും എന്നെ കേൾക്കുന്ന ജീവിതമേ, നിങ്ങൾ ഒരിക്കലും ഒരു രോഗത്തിനോ ഒരു പിശാചിനോ ഒരു ഭയത്തിനോ അടിമപ്പെടാനുള്ള വ്യക്തികളല്ല. കർത്താവ് കണ്ടിട്ടുണ്ടെങ്കിൽ, നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ റെഡിയാണെങ്കിൽ, നാം കർത്താവിന്റെ വേലയ്ക്ക് ഒരുക്കമാണെങ്കിൽ, കർത്താവ് നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു നാളും തള്ളിക്കളയുകയില്ല, ഉപേക്ഷിക്കുമില്ല, നമ്മുടെ വലം കൈക്ക് പിടിച്ച്. അപ്പൊ എന്നെ
എന്റെ സഹോദരി കൊണ്ടുപോയി ഹോസ്പിറ്റലുകളിൽ മടുത്തു. കൊല്ലം ജില്ലയിലെ കൊണ്ടുപോകാത്ത ഹോസ്പിറ്റലുകളില്ല. അവര് പറഞ്ഞു ഈ കൊച്ചിനെ ഉറക്കഗുളിക കൊടുത്ത് ഉറക്കിയിടണം. ഉറക്കമില്ല. അപ്പോഴും ഉറങ്ങാത്തിടത്തോളം ഞാൻ വളരെ ശോഷിച്ചു. ഒന്നാമത് ഞാൻ വളരെ സ്കെൽറ്റാണ്. ഞാൻ തീരാറായി, എനിക്ക് നടക്കാൻ പറ്റത്തില്ല. ഞാൻ കാറിലാണ് യാത്ര ചെയ്യുന്നത്. എന്റെ സഹോദരി അതിനുള്ള പണം തന്നത് ഇറ്റലിയിലായിരിക്കുന്നത്. 1,00,000 രൂപ എന്റെ ട്രീറ്റ്മെന്റിന് തന്നു. അത് ഒഴുകിപ്പോയി. വാസന ഹോസ്പിറ്റലിൽ ഇന്ന് കാണിച്ചാൽ നാളെ അടുത്ത ദിവസം ഫിസിഷ്യനെ കാണിക്കും, അടുത്ത ദിവസം കണ്ണുരോഗ വിദഗ്ധനെ, അടുത്ത ദിവസം ഹാർട്ട് രോഗ വിദഗ്ധനെ കാണിക്കും, അടുത്ത ദിവസം എന്റെ തലച്ചോറ് പ്രശ്നമാണെന്ന് പറഞ്ഞ വിദഗ്ധന. പക്ഷെ ദൈവാത്മാവ് എന്നോട് പറഞ്ഞ നീ ഈ ഗുളികകളൊന്നും കഴിക്കരുതെന്ന്. അപ്പൊ ചേട്ടത്തി എന്റെ ഇറ്റലിയിലുള്ള സഹോദരിയോട് പറയാൻ തുടങ്ങി, ഞാൻ കേൾക്കാതെ, പക്ഷെ ഞാൻ കേൾക്കുന്നുണ്ട്, അവൾക്ക് ഭ്രാന്താണെന്ന്. ഇത് കേൾക്കുന്ന മാത്രയില് എന്റെ രോഗം വീണ്ടും മൂർച്ഛിക്കും. അവൾക്ക് അറിവില്ലാതെ പറയുന്നതാണ്. എന്നാല് ഞാൻ എന്റെ കുഞ്ഞിനെ എവിടെയാക്കും? എന്റെ കുഞ്ഞിന്റെ പഠനം പോയി. എന്റെ കുഞ്ഞും ഞാനുമായിട്ട്, കുഞ്ഞിനെ ആരും നോക്കത്തില്ലല്ലോ, ഞാൻ നോക്കുന്നത് പോലെ എന്റെ കുഞ്ഞു ഇനി ജീവിച്ച് എന്ന് ഞാൻ ആദ്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ മരിച്ചാൽ കൊള്ളായിരുന്നെന്ന് പറഞ്ഞു. എന്നാല് എന്റെ ജീവനോടെ ഇരുന്ന് ദൈവത്തിന്റെ പ്രവൃത്തികളെ വർണ്ണിപ്പാൻ ഇടിയായി തീർന്നത് ഓർത്ത് സ്തോത്രം. അന്നത്തെ നാളുകളൊന്നും അത്രയും നല്ലതായിരുന്നില്ല. എന്റെ കുഞ്ഞിനെ എവിടെ ആര് സംരക്ഷിക്കും? എനിക്ക് കയ്യിൽ ഒരു സാധനം പോലും തൂക്കിയെടുക്കാൻ പറ്റത്തില്ല, എന്റെ കൈകാലുകൾ വിളിക്കുന്ന. അപ്പോഴ് ബൈബിൾ സെമിനാരി പഠിച്ചത് കൊണ്ട് ഷീബ രാജു ആൻസി എന്ന് പറയുന്ന സീനിയർ ആയിരിക്കുന്ന അവിടുന്ന് MDiv ചെയ്ത ആൻസിയോട്, ഇന്ന് അവർ ബാംഗ്ലൂരിൽ പ്രവർത്തനം ചെയ്യുന്നു, അവരോട് ഇടപെട്ടിട്ട് പറഞ്ഞു. അപ്പൊ അവരെന്നോട് ഇടപെട്ടിട്ട് പറഞ്ഞു, പ്രിൻസ് പാസ്റ്റർ തമിഴ്നാട്ടിലുള്ള പ്രിൻസ് പാസ്റ്ററിന്റെ ഹോമിലേക്ക് കൊടുക്കാം. അപ്പോഴ് എന്റെ ഇടിക്കാൻ തുടങ്ങി. ഞാൻ ചോദിച്ചു, കർത്താവേ ഞാൻ എന്ത് വേണം? എന്റെ കുഞ്ഞെന്റെ കയ്യിൽ നിന്ന് പോയാൽ അന്ന് രാവിലെ എന്റെ മരണം സംഭവിക്കും, എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. എന്നാൽ അന്ന് ആൻസി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കൊച്ചിനെ വിടണ്ട, ഞാൻ സമ്മതിക്കത്തില്ല. ദൈവാത്മാവ് അവരോട് ഇടപെട്ടു, കൊച്ചിനെ വേറൊരിടത്തേക്ക് കൊണ്ടുപോകാം. അവളുടെ ഫ്രണ്ട് ആയിരിക്കുന്ന വേറൊരു സിസ്റ്ററിന്റെ അടുത്തേക്ക്, എന്റെ അടുത്ത് തന്നെ, തൊട്ടടുത്ത് തന്നെ അവരുടെ വീട്ടിൽ, ഒരു പാസ്റ്ററിന്റെ വീട്ടിൽ നിർത്താമെന്ന് സമ്മതിച്ചു. ഞാനിത് റിക്കവറായി വരുന്നത് വേണം. എന്റെ ഭവനത്തിലേക്ക്, എന്റെ കുടുംബത്തിലേക്ക് തന്നെ ഞാൻ വന്നു. എന്റെ സഹോദരൻ ഒത്തിരി എന്നെ സപ്പോർട്ട് ചെയ്തു. എനിക്കുള്ള ആഹാരങ്ങളും എല്ലാം സഹോദരനാണ് ഒരുക്കി തരുന്നത്. ഞാൻ റിക്കവറായി. അപ്പം കുറച്ച് റിക്കവറായി വരുന്നു. അന്നേരം ശിവരാജുവിനോട് ഞാൻ ചോദിച്ചു, ഞാൻ ഒത്തിരി പ്രവർത്തനങ്ങൾ ചെയ്യുമായിരുന്നു. ഇന്റർനാഷണൽ പ്രയർ ലിങ്കിൽ ഞാൻ അംഗമായിരുന്നു. അതുപോലെ തന്നെ പരസ്യ മീറ്റിങ്ങുകൾക്ക്, ഉത്സവ ഒക്കെ കൊല്ലത്ത് വരുമ്പം തിരുവല്ലയിൽ നിന്ന് എന്നെ വിളിച്ചിട്ടുണ്ട്, അവരോട് ഒപ്പം. അതുപോലെ തന്നെ ഞാൻ ജയിൽ മിനിസ്ട്രി ചെയ്യുമായിരുന്നു. എന്റെ സ്വന്തം ചെലവിൽ പോയി. പിന്നെ അതുപോലെയൊക്കെ സ്റ്റുപ്രങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഒത്തിരി പരസ്യ മീറ്റിങ്ങുകളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നെ അറിയാവുന്നവർക്ക് മാത്രം, ഞാൻ അല്ലാതെ ആരോടും ഇതൊന്നും പറയത്തില്ല. അതുപോലെ തന്നെ ഒത്തിരി വീടുകളിൽ മീറ്റിംഗ് ചെയ്തിട്ടുണ്ട്, സഭകളിൽ വിളിച്ചിട്ടുണ്ട്. ഞാൻ രോഗിയായി തീർന്നപ്പോൾ ആരെയും വിളിക്കാനോ കാണാനോ ഇഷ്ടപ്പെട്ടില്ല. ഇച്ചിരി ചട്ടമ്പിത്തരമൊക്കെ ഉള്ളത് കൊണ്ട് ആൾക്കാർ പറയും, ഇത് വേണോ എന്നൊക്കെ പറയുന്നവരുടെ മുമ്പില് നമ്മൾ എന്ത് പറയാന്. ചിലരൊക്കെ എന്നെ കാണാൻ വന്നപ്പോൾ ഞാൻ വളരെ തകർന്നവളായിട്ട് നിലവിളിച്ചു, എന്നെ നിങ്ങൾ കാണണ്ട. അപ്പോഴേ എന്റെ മോനെ എവിടെ പഠിപ്പിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഷീബാരാജു ഇങ്ങനെ പറഞ്ഞു, ബദനി അക്കാഡമി എന്ന് പറയുന്ന നല്ലൊരു സ്കൂളുണ്ട്, അവിടെ പ്രാർത്ഥന കിട്ടും. പക്ഷെ അതൊരു ഇന്റർനാഷണൽ സ്കൂളാ, അവിടെ 3 ലക്ഷം രൂപ 7ാം ക്ലാസ്സിൽ. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു, എന്റെ അഖിലാണ്ടത്തെ സൃഷ്ടിച്ച രാജാതി രാജാവിന് ഒന്നിനും കുറവില്ല. ആ രാജാതി രാജാവിന്റെ മകളാ ഞാൻ. മക്കളാകുവാൻ ദൈവം നമുക്ക് അധികാരവും അവകാശവും തന്നെങ്കിൽ ചോദിക്കുന്നവന് ലഭിക്കുകയും അന്വേഷിക്കുന്നവൻ കണ്ടെത്തുകയും മുട്ടുന്നവന് തുറന്നു കൊടുക്കുകയും ചെയ്യും. ഞാൻ മകളാണെങ്കിൽ ആ അവകാശത്തിലേക്ക്, ദൈവത്തിന്റെ ആ പാക്കേജിലേക്ക് ഞാൻ എത്തപ്പെടും. ഇന്ന് ചലഞ്ചിങ് ആയി പലതും വിശ്വാസത്തിന് ആശ തകർന്നു കിടക്കുന്നതാ, ഒരാശ പണിതെടുക്കുന്നതാ. ഒരാശയ്ക്ക് അവിടെ ഒന്നുമില്ല, അവിടെ ശൂന്യതയാണ്. മറ്റാശ നമുക്ക് ദൈവത്തിൽ നിന്ന് എല്ലാം തരുന്നതാ. അങ്ങനെ സ്കൂൾ തുടങ്ങുന്നതിന് മുമ്പേ മാനേജ്മെന്റിനെ ഒന്ന് കണ്ടു കളയാം എന്ന് പറഞ്ഞ് മാനേജ്മെന്റിന്റെ അടുത്തേക്ക് ഞാൻ ചെന്നു.
അപ്പൊ പറഞ്ഞു, ഇന്റർനാഷണൽ സ്കൂൾ കുട്ടികളായി ഇവിടെ പഠിക്കുന്നത്, അപ്പോഴ് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ പറഞ്ഞു, മാനേജ്മെന്റിനോട് പറഞ്ഞു, ആന്റി എന്നെ ദൈവമാണ് വിളിച്ചത്. അന്നേരം പറഞ്ഞു സീറോ ബാലൻസ് ഇവിടെ പറ്റത്തില്ല. അന്നേരം പറഞ്ഞു എനിക്കിവിടെ ഈ ബദനിയിൽ ഒരു ജോലിയും കൂടെ തരണം എന്ന് പറഞ്ഞ് ഇനി പോന്നു. അവിടെ സ്കൂള് തുറപ്പായപ്പോഴ് എന്റെ കുഞ്ഞിനെ ഞാൻ തങ്കശ്ശേരിയിൽ പഠിപ്പിക്കുന്ന സമയത്ത് ഒരു വീട്ടിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ അമ്മ അന്ന് രാവിലെ എന്നോട് ഇടപെട്ടു, കുഞ്ഞിനെ IC കയറ്റുന്നത്. അപ്പൊ ആ മിസ്സിനോട് പറഞ്ഞു, എന്റെ കുഞ്ഞിനെ IC കയറ്റുന്നത് കണ്ടു. എന്റെ അമ്മ കണ്ടതല്ലേ, അത് വലിയ കാര്യമൊന്നുമില്ല, അമ്മയ്ക്ക് വലിയ ദർശനം വഴി അതങ്ങ് തള്ളിക്കളഞ്ഞിട്ട് ഞാനിങ്ങ് പോന്നു. ആ വീട്ടില്, ആ തങ്കശ്ശേരി ഫ്ലാറ്റിൽ അവരുടെ വീട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ 10 മിനിറ്റ് കഴിഞ്ഞപ്പോ ഫോൺ വന്നു, എന്റെ കുഞ്ഞിന് സീരിയസ് ആണെന്ന് പറഞ്ഞു. പക്ഷെ ആ വീട്ടുകാർ എന്നോടൊപ്പം വന്നില്ല. ഞാൻ ഗേറ്റ് കയറുമ്പോ, തങ്കശ്ശേരി ഇൻഫന്റ് ജീസസിന്റെ ഗേറ്റ് കയറുമ്പോ എന്റെ കരത്തില് ദൈവം എന്നെ ശക്തമായി പിടിച്ചിട്ട് പറഞ്ഞു, നീ ഭാരപ്പെടരുത്, കരയരുത്, ഞാൻ നിന്നെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാണ്. അപ്പൊ മിസ്സ് പറഞ്ഞു, ഒരു കുട്ടി വേറൊരു കുട്ടിയെ പിടിച്ചു തള്ളിയിട്ട് അതിന്റെ തല വന്ന് എന്റെ കുഞ്ഞിന്റെ മൂക്കിൽ അടിച്ചിട്ട് കുഞ്ഞിന്റെ ബ്ലഡ് മുഴുക്കപ്പോയി തലച്ചോറിൽ നിന്ന്. അപ്പൊ അത്രയും സീരിയസ് അവർ എന്നോട് പറഞ്ഞില്ല. രണ്ടാമത് പോയി വന്ന പല്ല് ഫുള്ള് ഇളകിപ്പോയി. അപ്പൊ എനിക്ക് എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. ദൈവമല്ലേ എന്നോട് ആലോചന പറഞ്ഞത്. ഡെന്റിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോയപ്പോ ആ ഡോക്ടർ എന്നോട് പറഞ്ഞതുമില്ല, അവര് മറച്ചു വെച്ചു. അകത്ത് ഫുള്ള് പല്ലെല്ലാം കൂടെ കമ്പിയിട്ട് കെട്ടി വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പം ബ്ലഡ് പോയത് എത്രയെന്ന് അവര് പറഞ്ഞു കയ്യും കണക്കുമില്ല. അത് ഭയാനകമായ ഒരു കാഴ്ചയായിരുന്നു എന്ന് അവരും പറഞ്ഞു. അവരതെല്ലാം തേച്ചു മാച്ച് കളഞ്ഞിട്ട് എന്നെ നന്നായി നിൽക്കുന്ന ഒരു കുഞ്ഞിനെയാണ് കാണിച്ചു തന്നത്. അതിനെ സംബന്ധിച്ച് പിന്നെ എനിക്കൊന്നും അറിയത്തില്ല. ഒരു 6 മാസം കഴിഞ്ഞപ്പോ എന്റെ കുഞ്ഞിന്റെ പല്ല് പൊന്തി വരാൻ തുടങ്ങി. ഫുള്ള് പുറത്തേക്ക് ഇങ്ങനെ പൊങ്ങി വരിക, തള്ളി വരിക. അപ്പോഴേ ഞാൻ ഇങ്ങനെ പറഞ്ഞു, യേശുപ്പച്ച ഏകജാതനെ അബ്രഹാമിന് കൊടുത്തത്, അതിനെ ഏറ്റവും സ്നേഹിക്കുന്നത് കൊണ്ട് നീ എനിക്ക് തരിക. 6ാം ക്ലാസ്സിലെ ആ കുഞ്ഞിനെ ഫ്രീ ആയിട്ട് എന്റെ യേശുപ്പച്ചന് ഞാൻ കൊടുത്തതാണല്ലോ. അതിന്റെ എഡ്യൂക്കേഷനും അതിന്റെ ഒരു കാര്യമല്ല പ്രധാനം, ഞാൻ സഹോദരിയുടെ വീട്ടിൽ വെച്ച് സമർപ്പിച്ച കുഞ്ഞാണല്ലോ, ഉള്ളു ഞാൻ എന്റെ യേശുപ്പച്ചന് തരിക, അതിന്റെ ഉത്തരവാദിത്തം. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, പുതിയ നിയമം കൽപ്പനയാണല്ലോ, നിന്റെ മുമ്പിൽ നിൽക്കുന്ന മലയോട്, ഈ കാട്ടത്തിയോട് വേരോടെ പിഴുത് കടലിൽ പോയി നടുക എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും. ഞാൻ പറഞ്ഞു, യേശുപ്പച്ച ഈ കുഞ്ഞിന്റെ എല്ലാ അവയവങ്ങളും യേശുപ്പച്ചൻ അറിയാതല്ല തന്നത്. ഈ കുഞ്ഞിന്റെ പല്ല് ട്രീറ്റ്മെന്റ് ചെയ്യുവാൻ ഞങ്ങൾക്ക് നിവൃത്തിയില്ല, കുഞ്ഞിന്റെ പല്ലകത്ത് പോകട്ടെ. വളരെ അത്ഭുതം എന്ന് പറയട്ടെ, കുഞ്ഞിന്റെ പല്ലകത്തോട്ട് കയറാൻ തുടങ്ങി. ഇന്ന് വരെ ഒരു ട്രീറ്റ്മെന്റ് ചെയ്തിട്ടില്ല കുഞ്ഞിന്റെ പല്ലിന് വേണ്ടി. എന്നാല് അവര് ഞങ്ങൾക്ക് 3ാം ക്ലാസ്സിലാണ് ഇത് സംഭവിക്കുന്നത്. 6ാം ക്ലാസ്സില് നഷ്ടപരിഹാരമായിട്ട് 50,000 രൂപ. അതൊക്കെ കൊണ്ട് ഞങ്ങളെ ബദനി വിളിച്ചു, ബദനി അക്കാഡമി വിളിച്ചു. എനിക്ക് അവിടെ ജോലി തന്ന സ്റ്റാഫായിട്ട് എന്റെ കുഞ്ഞിന് അവിടെ അഡ്മിഷൻ ലഭിച്ചു. എന്നാല് ദൈവാത്മാവ് എന്നോട് ഒരു കാര്യം ഇടപെട്ടു, താൽക്കാലികമായിട്ടാണ് അവിടെ ഒരു ജോലി, നീ അവിടുന്ന് പുറപ്പെട്ടു പോരുന്ന സമയത്ത് പുറപ്പെട്ടു പോകണം. അങ്ങനെ മാനേജ്മെന്റിന്റെ അപ്പോഴ് ഞാൻ ഒന്നും കണ്ടിട്ടല്ല, വിശ്വാസത്താലാണ് ഞാൻ ആ കുഞ്ഞിനെ അവിടെ പഠിപ്പിക്കുന്നത്. എന്റെ കുഞ്ഞിന് പ്രാർത്ഥനാ ജീവിതം കിട്ടുമല്ലോ. എനിക്ക് എന്റെ കുഞ്ഞിനെ ഇനി ഒരു പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. അപ്പൊ കുഞ്ഞിനെ അവിടെ പഠിപ്പിക്കുന്നത് മറ്റു കുഞ്ഞുങ്ങളോടൊപ്പം സൺഡേ സ്കൂള് എടുത്തു കൊടുക്കുന്നത് ഞാൻ തന്നെയായിരുന്നു. ആ മോശയെ സപ്പോർട്ട് ചെയ്തത്, മോശ കുഞ്ഞിനെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി 40 വർഷം വളർത്തിയതുപോലെ എന്റെ കുഞ്ഞിനും എന്നെ ലോക സ്ഥാപനത്തിന് മുമ്പേ കണ്ടിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിനും സപ്പോർട്ട് ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോ ഒരു വ്യക്തി എന്നോട് ചോദിച്ചു, എന്തോ വേണം. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോ എന്റെ കയ്യിൽ 50,000 രൂപ ഞാൻ അവിടെ ഫീസായിട്ട് അടച്ചു, ഹോസ്റ്റൽ ഫീസുമായിട്ട്. ഏതാണ്ട് 15,000 രൂപയോളം ഹോസ്റ്റൽ ഫീസ് വരും, അല്ലാത്ത ഫീസ് വേറെ. മൊത്തത്തില് 3 ലക്ഷം രൂപയായിരുന്നു. പക്ഷേ ദൈവം ഞങ്ങൾക്ക് അവിടെ പഠിപ്പിക്കാനുള്ള ഭാഗ്യമാണ്, ദൈവമാണ് തന്നത്.
അങ്ങനെ അവിടെ ഒരു പേരന്റ് ഇടപെടുകയാ, പൈസ വേണോ എന്നിട്ട് ചോദിച്ച്, എനിക്കൊരു ഇതുണ്ട്, എനിക്ക് ചോദിച്ചു തരുന്നതും ദൈവം ഇടപെടുന്നതും രണ്ടും രണ്ടാ. അങ്ങനെ വീണ്ടും അവർ ചോദിച്ചു, സിസ്റ്റർ പൈസ വല്ലതും ആവശ്യമുണ്ടോ? അപ്പൊ എന്റെ സഹോദരി 1,00,000 രൂപ തന്നു. വീണ്ടും 1,50,000 രൂപ വേണം. എന്റെ സഹോദരി പിന്നീട് അവരിടപെട്ടിട്ട് 1,50,000 രൂപ എന്റെ കുഞ്ഞിന് വേണ്ടി അവിടെ കൊടുക്കാൻ തയ്യാറായി. ഇതെല്ലാം ദൈവത്തിന്റെ പ്രവൃത്തി എന്നാണ് ഞാൻ പറയുന്നത്. എന്റെ കുഞ്ഞിനെ എന്നെ മുമ്പേ കണ്ടിരുന്ന ദൈവം, മറന്നു കളയാത്ത ദൈവം. ഒരു മനുഷ്യനും നിന്നയ്ക്ക്, അപമാനത്തിന് എന്റെ ഭവനത്തിനോ എന്റെ ദേശക്കാർക്കോ എന്റെ കൂട്ടുദാസിന്റെ ഭവനത്തിനോ എന്റെ സഭാംഗങ്ങൾക്കോ ആർക്കും അറിയത്തില്ല. ഇട്ടുകൊടുക്കാത്ത എന്റെ ഫ്രണ്ട്സിന് നന്നായിട്ട് അറിയാം. ഇട്ടുകൊടുക്കാത്ത ദൈവം ഇതുവരെയും പോറ്റി. അത് കഴിഞ്ഞ് എന്റെ കുഞ്ഞിന്റെ വളർച്ചയുടെ കാലഘട്ടത്തില് 8ാം ക്ലാസ്സില് എവിടെ ചേർക്കും? എന്റെ കുഞ്ഞിനോട് ചോദിച്ചു, മോനെ എവിടെ ചേർക്കണം നിന്നെ? എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു മോനെ ബോർഡിംഗ് ഉള്ള സ്കൂളിൽ, ഇനി എനിക്ക് നിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, ബോർഡിംഗ് ഉള്ള സ്കൂൾ തന്നെ എടുക്കാം, ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. വിശ്വാസത്തല്ല, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. കണ്ടിട്ടില്ലാത്ത കാര്യങ്ങള് നിശ്ചയമായും ഞാൻ വലിയ ദർശനം കാണുന്നു, വലിയമായി അത്ഭുതം കാണുന്നു, ആ മിറക്കിൾ കാണുന്നവര്. കാരണം അഖിലാണ്ടത്തിന്റെ ഉടയവൻ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയ ദൈവമാ എന്റെ ആ പ്രസൻസിലുമുള്ളത്. അപ്പൊ ഒരു നാൾ തള്ളിക്കള, ആരോടും പറഞ്ഞിട്ടല്ല. എനിക്കിന്ന് 8ാം ക്ലാസ്സിൽ കൊണ്ട് ചേർത്തപ്പം ആ പേരന്റ് തന്നെ ബോർഡിംഗ് അടക്കം കൊട്ടാരക്കര MGM മാർ ഗ്രിഗോറിയോസ് മെമ്മോറിയൽ റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ ചേർത്ത് പഠിപ്പിച്ചു. 1,50,000 രൂപയും. വേണമെങ്കിൽ ഗവൺമെന്റ് സ്കൂളിൽ പഠിപ്പിക്കാം, അല്ലാത്ത സ്കൂളുകളിൽ പഠിപ്പിക്കാം. പക്ഷേ എന്നെ കണ്ടാലോ, എന്റെ വസ്തുവകകളൊക്കെ അവിടെ കിടപ്പുണ്ട്. ഞാൻ അന്ന് ചോദിച്ച, ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, എന്റെ വസ്ത്രത്തിനും എന്റെ കുഞ്ഞിന്റെ സംരക്ഷണം, എന്റെ പാർപ്പിടത്തിനും എനിക്ക് പഠിക്കാനും അല്ല എന്റെ കുഞ്ഞിനെ പഠിപ്പിക്കാനും ഒരു നന്മ അപ്പച്ചൻ തരും. ബോർഡിംഗ് അടക്കം എന്റെ യേശു അപ്പച്ചൻ ഞങ്ങളുടെ സംരക്ഷണം ഏറ്റെടുത്ത ദൈവമാണ്. ഇന്നും രാജാതിരാജാവായി കർത്താതി കർത്താവായി നിത്യ ദൈവമായി കൂടെയുള്ളത്. ആരോടും ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ഒരു മനുഷ്യനോട് ഒരു സഹായം ചോദിച്ചാല് അവരൊക്കെ നാളെ നമ്മളെ തള്ളി പറയും. നമ്മുടെ കണ്ണുകൾക്കോ നമ്മുടെ ജീവിതത്തിനോ നമ്മുടെ കൂട്ടുകുടുംബങ്ങൾക്കോ ആർക്കും കൊടുക്കാത്തത് ഒരു മനുഷ്യനും ഒരു ചരിത്രത്തിൽ ഒരു വലിയ സംഭവമാണ്. ആർക്കും കൊടുക്കാത്തത് ദൈവം ഞങ്ങൾക്ക് തന്നു. MGM 8, 9 അവിടെ പഠിച്ചു. അത് കഴിഞ്ഞപ്പോഴും കുഞ്ഞൊരു ഗെയിം അഡിക്ഷനിലേക്ക് പോയി. 9ാം ക്ലാസ്സില് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കൊറോണയുടെ കാലത്ത് 4 വർഷം എനിക്ക് അത്ര നല്ലതായിരുന്നില്ല. അപ്പം 9, 10, 11, 12 ദേശത്തും സഭയിലും പലരുടെയും മധ്യത്തില് ഞാനൊരു നിന്ദിത അപമാനിതയായി. പലരും പറയാൻ തുടങ്ങി, ആ അമ്മ ശരിയല്ലെങ്കിൽ മോന് ശരിയായിരിക്കില്ല. ഒന്നും പറയാൻ പോയില്ല ഒരു മനുഷ്യരോടും. ജെയിംസങ്ങളിന്റെ അടുത്തോട്ട് വെള്ളക്കുളങ്ങര ചർച്ചകോട്ടില കരഞ്ഞോണ്ട് ഓടിച്ചല്ലോ. അന്നേരം പറയും, പ്രിൻസി നിങ്ങളെ കുറിച്ച് സകലത് കളവായി പറയുമ്പോ സ്വർഗത്തിൽ പ്രതി സന്തോഷിച്ചില്ല. എല്ലാരും പറഞ്ഞോട്ടെ, നമ്മളെ നടത്തിപ്പുകാർ പറഞ്ഞോട്ടെ. എല്ലാരും പറഞ്ഞു അമ്മയൊരു ശരിയല്ലാത്ത വ്യക്തി. എന്റെ കുഞ്ഞിനെ ഞാൻ വളരെ ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ ഫിസിപ്പിക്ക് അവർത്തനായാലും വിട്ടു. കുഞ്ഞു നിമിത്തവും ഞാൻ നിമിത്തവും എല്ലായിടത്തും ഒരുപാട് അപമാനം. എന്നാല് ഞാൻ ഇങ്ങനെ കുഞ്ഞിനെ നോക്കി പറയുമായിരുന്നു, തകർന്നു കിടക്കുന്ന അസ്ഥിയോട് നീ പ്രവചിക്കാം, നീ പറ ഇത് നാളെ ജീവൻ വെക്കുമെന്ന്. എന്റെ കുഞ്ഞിനെ നോക്കി ഞാൻ എന്നും ബ്ലെസ് ചെയ്യും, ഇത് ശരിയാകും, ഇത് നല്ലയായി തീരും. എന്റെ കുഞ്ഞിനെ ഞാൻ അനുഗ്രഹിക്കുക. ഒന്നും കണ്ടിട്ടില്ല, വളരെ തകർച്ച കണ്ടിട്ടാ. ഇന്ന് എല്ലാ പേരൻസിനും ഇതൊരു പ്രചോദനമാകണം. അതിന്റെ ആഴം, അതിന്റെ ആ ബുദ്ധിമുട്ട് ദേശമധ്യത്തിലും എല്ലായിടത്തും എത്രയെന്ന് ഞാൻ പറയുന്നില്ല. എന്റെ ഫ്രണ്ട്സിനൊക്കെ വലിയൊരു മിറക്കിളായത് 9, 10, 9ാം ക്ലാസ്സില് 10ാം ക്ലാസ്സില് 11, 12. 10ാം ക്ലാസ്സില് ഞാന്
ഈ കുഞ്ഞിനെയും കൊണ്ട് ആൻഡമാനിലേക്ക് പോയി. അവിടെ 100ഓളം ഹോമിലെ കുട്ടികൾക്ക് അവർക്ക് ഈ ആത്മീയ സാന്നിധ്യത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനാണ് ഞാൻ പോയത്. പക്ഷെ അവിടെ എത്തി ഒരു 2 മാസം കഴിഞ്ഞപ്പോ സ്കൂൾ തുറന്നു. കുഞ്ഞിനെ ബെസേലിയസ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ അവിടേക്കാക്കി. ഫാദർ സാംജിക്കും സാബുച്ചാനും ഒക്കെ ഒത്തിരി ദൈവനാമത്തിൽ ഞാൻ നന്ദി അർപ്പിക്കുന്നു. അവര് തന്നെ 2 മാസമേ ഉള്ളൂ എക്സാമിന്. കുഞ്ഞൊന്നും പഠിച്ചിട്ടുമില്ല. ഗെയിം അഡിക്ഷൻ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ. ഞാനും നിർമ്മല ചേച്ചിയും കൂടെ ഒത്തിരി അസൈൻമെന്റ് തയ്യാറാക്കി. MGM ടീച്ചേഴ്സ് എന്നോട് വളരെ സപ്പോർട്ടീവ് ആയിരുന്നു ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. അവൻ പറഞ്ഞു, അമ്മയുടെ ഇഷ്ടപ്രകാരം ഞാൻ എക്സാം എഴുതാം. ഞാൻ അന്നേരം അവനെ നോക്കി പറഞ്ഞു, എന്റെ മോനെ, നീ പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ സന്തതി ഒരിക്കലും താഴോട്ട് പോകത്തില്ല. നിനക്ക് അത്ര വേലയ്ക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിന്നെ ദൈവം മക്കളെ അനുഗ്രഹിക്കും, നീ പോയി പരീക്ഷ എഴുത്. അവൻ എന്നും അവനെ നോക്കി. അവന്റെ തകർച്ച ഞാൻ നോക്കാറില്ല. അവനെ പണിതെടുക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഞാൻ അവനെ നോക്കി പ്രവചിക്കും. അവൻ പരീക്ഷ എഴുതും, അവൻ പഠിക്കും, അവൻ ജയിക്കും. ഒന്നും കാണാത്തതിനോട് ഞാൻ പറയും. അപ്പോഴ് എക്സാം എഴുതി 60% മാർക്കോടുകൂടി ആ കുഞ്ഞ് പാസ്സായി. ഒരു സബ്ജക്റ്റും അറിയത്തില്ല. നമ്മുടെ ദൈവം ഇന്ന് ജീവിക്കുന്നു. കാരണം നിന്നയാകാൻ തമ്പുരാൻ നമ്മളെ ഇട്ട് കൊടുക്കത്തില്ല ആരുടെയും മുമ്പിൽ. പിന്നീട് അവൻ എന്നോട് പറഞ്ഞു, 10ാം ക്ലാസ്സില് 9ാം ക്ലാസ്സിൽ ഓരോ വർഷങ്ങളിലും ഓരോ സപ്പോർട്ടേഴ്സിനെ തന്നത്. അപ്പം അതിന് വഴിയൊരുക്കിയ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. 10ാം ക്ലാസ്സില് എനിക്ക് നിർമ്മല ചേച്ചി എനിക്കൊരു മീറ്റിംഗ് തന്നു. അത് ചേച്ചിയുടെ കാറില്, സ്വന്തം കാറിൽ പെട്രോൾ ഒഴിച്ച് നമുക്കൊരു വലിയ ഒരു ഇതാണ്, വരവേൽപ്പാണ് ചേച്ചി തന്നത്. ആ കോട്ടയത്തോട്ട് കൊണ്ടുപോകുമ്പോ ഞാനും എന്റെ മോനും കൂടെ ഫ്രണ്ടിന്റെ വീട്ടിൽ ശുശ്രൂഷയ്ക്ക് പോകുമ്പോ ഇത്രയും വലിയൊരു മിറക്കിൾ അവിടെ ചെയ്യുമെന്ന് അറിയില്ല. അവിടെ നിന്ന് ശുശ്രൂഷ കഴിഞ്ഞ് മടങ്ങി വരുമ്പോ ഹസ്ബൻഡിനോട് ആ വ്യക്തി പറയുകയാണ്, പ്രിൻസിയുടെ മോനെ പഠിക്കാൻ സപ്പോർട്ട് ചെയ്യുന്നു. ഹസ്ബൻഡ് വിശ്വാസി അല്ലെങ്കിൽ പോലും പേര് പറയരുതെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. 10ാം ക്ലാസ്സില് അവരാണ് നമ്മളെ സപ്പോർട്ട് ചെയ്തത്. അപ്പോഴ അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, മാർച്ചില് സപ്പോർട്ട് പിൻവലിക്കുമെന്ന്. എന്നോട് ഒരു ദൈവശബ്ദം ഇങ്ങനെ ഇടപെടാനിടയായി, ഈ സപ്പോർട്ട് ചെയ്യുന്നവരിൽ കൂടി വീണ്ടും ഒരു മിറക്കിൾ സംഭവിക്കുമെന്ന്. എന്റെ മോനോട് ഞാൻ ചോദിച്ചു, 11ഉം 12ഉം എവിടെ പഠിക്കണം? അമ്മേ, ഞാൻ ഓപ്പൺ സ്കൂളിൽ പോകത്തില്ല, 11ഉം 12ഉം എനിക്ക് MGM-ൽ തന്നെ തുടരണം. പിന്നീട് അവൻ പറഞ്ഞു, 60% മാർക്ക് കിട്ടിയ ഒരു വ്യക്തിക്ക് അവിടെ അഡ്മിഷൻ കിട്ടത്തില്ല. അപ്പൊ അവൻ പറഞ്ഞു, എനിക്ക് നേവി ചേരണം, എനിക്ക് സയൻസ് എടുത്ത് പഠിക്കണം, കമ്പ്യൂട്ടർ സയൻസ്. ആ മാഡത്തിനോട് അങ്ങനെ ചെന്ന് കമ്പ്യൂട്ടർ സയൻസ് തരണമെന്നൊന്നും പറഞ്ഞാൽ ഒരിക്കലും നടക്കത്തില്ല. നിങ്ങൾ കൊമേഴ്സ് എടുത്തോളാൻ പറഞ്ഞു. എന്റെ കുഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ഓടിക്കളഞ്ഞു. ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, നീ കുറച്ച് ദിവസങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പൊ 10ന്റെ എക്സാം കഴിയുന്ന ഉടനെ അവരുടെ 11ന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ഏതാണ്ട് 1.5 മാസത്തോളം ക്ലാസ് കഴിഞ്ഞുപോയി. പക്ഷേ പ്രിയമുള്ളവരെ, നമ്മുടെ കുഞ്ഞിന് വെച്ചിട്ടുള്ളത് ദൈവം മറ്റൊരാൾക്കെടുത്ത് കൊടുക്കത്തില്ല. അങ്ങനെ വീണ്ടും 1.5 മാസം കഴിഞ്ഞപ്പോ ആ മാഡത്തോട് ഞാൻ ചെന്ന് പറഞ്ഞു, ദൈവം എന്നോട് ഇടപെടുകയാ, എന്റെ മുമ്പില് ചില കാര്യങ്ങൾ വഴിമാറുകയാണ്. അങ്ങനെ എന്റെ കുഞ്ഞിനും എനിക്ക് ശാപം വരുമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കുള്ള അഡ്മിഷൻ നിങ്ങൾക്ക് തരിക, നിങ്ങൾ ഈ ഫോം ഫില്ല് ചെയ്തോളാൻ പറഞ്ഞു. പക്ഷെ ഒരു കണ്ടീഷൻ, ഈ കുഞ്ഞിന് മന്ത്ലി നിങ്ങൾ എക്സാം ഇടും, അതിനൊക്കെ ഇവൻ ജയിക്കണം, അല്ലെങ്കിൽ വീണ്ടും കൊമേഴ്സിലേക്ക് പോകും. കർത്താവ് ഒരു കാര്യം വാക്ക് പറഞ്ഞാല് പിന്നെ മാറ്റി പറയത്തില്ല. ദൈവം ആ വാക്ക് പറഞ്ഞത്. ദൈവം വിശ്വസ്തനായ ദൈവമാണ്. 11ഉം 12ഉം MGM-ല് നല്ല സപ്പോർട്ടോടുകൂടി ആ വ്യക്തി തന്നെ വേറൊരു മീഡിയേറ്റർ ആയിട്ട് നിന്നുകൊണ്ട് കോട്ടയത്തുള്ള ബിസിനസ്സുകാരോട് ഇടപെട്ടു. അവരെയൊക്കെ ഓർത്ത് പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആ വ്യക്തിയൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഏതാണ്ട് ക്വാർട്ടർലി ഫീസ് 18,500 രൂപയോളം, അത്രത്തോളം നന്മ ഞങ്ങൾക്ക് മന്ത്ലി തന്നത് ഞങ്ങൾ മറ്റു കാര്യങ്ങൾക്ക് ഞാൻ ഉപയോഗിക്കാതെ ഫീസിന് മാത്രം കൂട്ടിവെച്ച് ആ സ്കൂളിൽ പഠിക്കാൻ എന്റെ കുഞ്ഞിനെ ഇടയാക്കി.
പിന്നെയും ഒരു ടെസ്റ്റ് എന്റെ കുഞ്ഞിന് വന്നു. ലാസ്റ്റ് എക്സാം എഴുതുന്ന ഫൈനൽ എക്സാമിന്റെ സമയത്ത് ആ മാഡം വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ കുഞ്ഞിനെ പരീക്ഷ എഴുതി. അതിനകത്ത് വേറൊരു കാര്യം ഒളിഞ്ഞിരിപ്പുണ്ട്. നമ്മുടെ ദൈവമക്കളും ലോകജാതികളും തമ്മിൽ വ്യത്യാസമുണ്ട്. അവർക്കെല്ലാം അനുകൂലമാണ്, നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം അനുകൂലമല്ല. വീണ്ടും അവര് ഈ കുഞ്ഞിനെ എക്സാം എഴുതിക്കാതിരിക്കാൻ തടയിടുക. ഈ കുഞ്ഞ് ഇവിടെ ഞങ്ങളുടെ സ്കൂളിന് നാണക്കേടാ, പരീക്ഷ എഴുതാൻ സമ്മതിക്കത്തില്ലെന്ന്. ഞാൻ പറഞ്ഞു, ഞാനല്ലോ മാഡം എക്സാം എഴുതുന്നത്, എന്റെ കുഞ്ഞല്ലേ, അവൻ എഴുതിക്കോട്ടെ. അപ്പൊ പിന്നെ ഒരു ടെസ്റ്റിംഗ് അവിടെ നടന്നു. മാത്സിന്റെ ആ ലെസണ് ഏതാണെന്ന് എന്റെ കുഞ്ഞ് പറഞ്ഞില്ല. സയൻസിന്റെ ലെസണ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു. അപ്പോഴും എന്റെ കുഞ്ഞ് പറഞ്ഞില്ല. പിന്നീട് അവരിങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ കുഞ്ഞിനെ TC മേടിച്ചോണ്ട് പൊക്കൂടെ, പക്ഷേ ആരോ എന്നോട് ഇടപെടുന്നു, ഈ കുഞ്ഞ് ഞങ്ങൾക്ക് ഇതൊരു ഭാരമായിട്ട് വരും, ഇത് എഴുതിക്കോട്ടെ എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ എല്ലാവരുടെയും കൂട്ട് ഫ്രീ ആക്കാൻ പറഞ്ഞാൽ എന്റെ കുഞ്ഞിനെ മാത്സിന് ട്യൂഷന് കൊണ്ടുപോയില്ല, ഫിസിക്സും കെമിസ്ട്രിക്കും ഞാൻ ട്യൂഷന് കൊണ്ടുപോയില്ല. എല്ലാം ജ്ഞാനത്തിന്റെ ഉറവിടമായ കർത്താവ് അവനിൽ ജ്ഞാനം പകർന്നു. അന്ന് റിസൾട്ട് വന്നപ്പോൾ എന്റെ ഫ്രണ്ട്സും എല്ലാവരും നോക്കിയിരുന്നു. അവന് മാത്സ് സ്റ്റാൻഡേർഡ് മാത്സ് ആണ്, അങ്ങനെ അത് എടുത്തതിന് 77 മാർക്ക്. എന്റെ കുഞ്ഞിന് സത്യം പറഞ്ഞാല് മാത്സ് അറിയത്തില്ല, ഒട്ടും അറിയത്തില്ല. 4, 3, 7 എന്ന് ചോദിച്ചാല് എന്റെ കുഞ്ഞിനെ അറിയത്തില്ല. എന്നാല് 70% മാർക്കോടെ +2 പാസ്സാകാനിടയായി. അതെല്ലാവർക്കും വലിയൊരു അത്ഭുതം തന്നെയാണ്. നമ്മൾ കർത്താവിൽ വിശ്വസിച്ചാല് നമ്മുടെ എല്ലാ കാര്യത്തെയും കർത്താവ് സ്ഥിരപ്പെടുത്തും. അത് ഈ കുഞ്ഞിനെ കുറിച്ച് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചർച്ച് കോഡിൽ വെച്ച് എബ്രഹാം വെൺമണി പാസ്റ്ററിന് എന്റെ കുഞ്ഞാണെന്ന് അറിയത്തില്ല, ഞങ്ങൾ ഒരുമിച്ച് പലയിടങ്ങളിലും ഇന്റർനാഷണൽ പ്രയറിലെങ്കിൽ ഒരുമിച്ച് ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. എന്റെ കുഞ്ഞിന്റെ തലയെ കൈവച്ച് ജൂൺ മാസത്തില് കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് ഇറക്കുമ്പം ഒരാലോചന പറഞ്ഞു, ഈ കുഞ്ഞ് തീയിലും വെള്ളത്തിലും കൂടി കടന്നു പോകും. മാതാവിന് ഇതൊരു വലിയ തലവേദനയൊക്കെ ആയിരിക്കുമെങ്കിലും ഇവനെ യോസഫിനെ പോലെ പുറത്തു കൊണ്ടുവരും. അന്നൊന്നും എനിക്കറിയത്തില്ല. എന്നാല് 18 വയസ്സ് ഇന്ന് അവനുണ്ട്. അവന് മർച്ചന്റ് നേവിയുടെ കോച്ചിങ്ങും ചെയ്യുന്നു. അവൻ എന്നെ പ്രാർത്ഥിച്ചു വിടുവാൻ തക്കണം പ്രാപ്തി നൽകിയ ദൈവത്തിന് സ്തോത്രം. അവൻ ഏറ്റവും അനുഗ്രഹിക്കപ്പെടുവാനിടയായി. എന്റെ തലമുറ എങ്ങനെയായിരിക്കണം? എന്റെ ദൈവത്തിന് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വമുണ്ട്. എല്ലാ പേരൻസും എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇതൊരു അനുഗ്രഹമായി തീരണം. എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആക്കാൻ ഈ മീഡിയാസിലൂടെ എനിക്ക് പറ്റത്തില്ല. എന്റെ കുഞ്ഞ് ഒരിക്കല് ഒരു കമലിട്ടു. ഞാൻ ചോദിച്ചു, നീ ആരുടെ മോന? യേശുപ്പച്ചന്റെ മോന. നീ ആരുടെ മോന? ഒരു പാസ്റ്ററിന്റെ മോന. നീ ആരുടെ മോന? ഒരു ദൈവദാസൻ. നീ നടക്കേണ്ടുന്ന ഒറ്റ രാത്രി കൊണ്ട് അവനത് ഊരിക്കളഞ്ഞു. അവർക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള രീതിയിൽ ഏലി പുരോഹിതൻ മക്കളെ ശാസിച്ച മക്കൾ. ഞാൻ പറഞ്ഞു, മോനെ, കമലിട്ടത് വിടാത്തതുമല്ല, നിനക്ക് അനുഭവമില്ല, നിനക്ക് വിശ്വാസവുമില്ല, നീ രക്ഷിക്കപ്പെട്ടതുമല്ല, നീ സ്നാനപ്പെട്ടതുമല്ല, പക്ഷേ ഒരു മകന് നടക്കേണ്ടുന്ന വഴിയുണ്ട്, അവനെ ശാസിച്ചറിയണം. ഒറ്റ രാത്രി കൊണ്ട് ഇന്ന് എന്റെ മകനെ ഓർത്ത് ഒത്തിരി നന്ദി നിർമ്മിതത്തോടെ ഞാൻ സ്തുതിക്കുന്നു. ഇന്ന് അവൻ എനിക്കൊരു വലിയ അനുഗ്രഹം തന്നെ. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും. മുമ്പ് എന്റെ കുഞ്ഞ് പുളിയുമില്ല, നനയുമില്ല, പല്ല് തേക്കലുമില്ല, ആഹാരം കഴിക്കലുമില്ല. 4 വർഷം ഇരുന്ന് ഗെയിം അഡിക്ഷനിലേക്ക് പോകുമ്പോ അപ്പുറത്തെ മുറിയിലിരുന്ന് അന്യഭാഷ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും. ഒരു തകർച്ചയിലേക്ക് എന്നെ കൊണ്ടു ചെന്ന് തമ്പുരാൻ എത്തിക്കത്തില്ല. ദാവീദിനെ പോലെ കുഴിയിൽ ഇറങ്ങുന്നവരുടെ കൂട്ടത്തില് ഞാൻ എത്തപ്പെട്ടാൽ ദൂടി നിന്നെ സ്തുതിക്കുമോ? എന്റെ മരണം കൊണ്ട് എന്ത് ലാഭമുള്ളൂ? എല്ലാവരുടെയും മുമ്പിൽ ഇരിക്കുമ്പോൾ എനിക്ക് ഏറിയ സന്തോഷമുണ്ട്. അങ്ങനെ എന്റെ കുഞ്ഞിന്റെ ഓരോ വർഷങ്ങളിലും ഓരോ സപ്പോർട്ടേഴ്സിനെ ദൈവം എനിക്ക് തന്നു. അതുപോലെ തന്നെ ഒരു വീട് വെക്കാൻ ഇറങ്ങി തിരിച്ച വ്യക്തിയല്ല,
എന്നാൽ എന്റെ പുറകാലെ വന്ന് എന്റെ സുഹൃത്തുക്കള് അമ്മാമ്മയടക്കം എന്നോട് ചോദിക്കും, ഒരു വീട് വേണ്ടി, ഇറക്കി വിടത്തിലെ കൂട്ടുകുടുംബത്തിൽ നിന്ന് എന്തോ അവിടെ താമസിക്കാൻ പറ്റത്തില്ലല്ലോ, തലക്കനം കളയെന്ന് പറഞ്ഞ് എന്റെ എഴുത്തിലൊന്ന് മോഡിഫൈ ചെയ്യാൻ ₹1,00,000 എണ്ണി തന്നു. അതിനകത്തുള്ള ഫർണിച്ചറുകളും, ഞാൻ എപ്പോഴും പറയും, ഫർണിച്ചറുകളൊക്കെ മേടിക്കാൻ എന്റെ അമ്മ കണ്ണ് തുറന്ന് കാണുകയാണ്, എന്റെ സ്വന്തം അമ്മ. അതിനകത്ത് പുതിയ ഫർണിച്ചറുകൾ ആ 2 മുറിക്കകത്ത് എഴുത്തിനകത്ത് മോഡിഫൈ ചെയ്ത് മേടിച്ചിടാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് വഴിയൊരുക്കി തന്നു. എനിക്ക് വീടും കൂടും ഒന്നും അല്ല എന്റെ സർട്ടിഫിക്കറ്റ്. ഒരു വലിയ കൊട്ടാരത്തില് ആണ് എന്ന് ഒരു വാഹനം ചെന്ന് നിൽക്കുമ്പോഴല്ല എന്നെ വരവേൽക്കുന്നത്. അനേക പ്രിയപ്പെട്ടവര് എനിക്കായി കാത്തിരിക്കുന്നവരുണ്ട്. നമ്മളെ ഹീറോയാക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മളെ സീറോയിൽ നിന്ന് ആത്മസാന്നിധ്യം ഉണ്ടോ, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിത്യജീവനെ കൊയ്യും. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നാശം കൊയ്യും. പരിശുദ്ധി ആത്മാവ് അതിന്റെ പൂർണ്ണതയോടെ നമ്മളിലുണ്ടോ, വിളിച്ചു മാനിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. കാലാകാലങ്ങളിലായി ഓരോ പ്രോസസ്സിങ്ങിലും, എന്റെ കുഞ്ഞിന്റെ ഓരോ പഠന കാര്യങ്ങളിലും ലക്ഷ്യങ്ങള് എന്നെ കണ്ടുകൊണ്ട് തന്നെ എണ്ണിത്തന്ന ഓരോ പ്രിയപ്പെട്ടവരെയും എക്സി കുടുംബം, ഇനിയിപ്പോ പല ഓരോരുത്തരെയൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരുടെ ഒന്നും പേര് പറയരുതെന്ന് വലിയ എന്നെ പറഞ്ഞു വിട്ടിട്ടാ ഈ മീഡിയാസിലൂടെ ഏറ്റവും കൂടുതൽ ഇതിനകത്ത് പുറത്ത് അതിന്റെ ഒരു സാക്ഷ്യം വരണമെന്ന് ആഗ്രഹിച്ച ഒത്തിരി പ്രിയപ്പെട്ടവരുണ്ട്. അവർക്കെല്ലാം ഞാൻ നന്ദി അർപ്പിക്കാം. അതുപോലെ തന്നെ പിന്നെ ഇന്ന് ഇവിടെ വരെ എത്തിച്ച എന്റെ ഈ ശുശ്രൂഷയിൽ എന്നെ കൈത്താങ്ങിയ എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. പിന്നെ എന്റെ കുഞ്ഞിന്റെ ഓരോ കാലഘട്ടങ്ങളിലും, എന്റെ ഹസ്ബൻഡിന്റെ ഓരോ ആവശ്യങ്ങളിലും എന്നോടൊപ്പം നിന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, അതുപോലെ ഇന്ന് ശുശ്രൂഷയിൽ എന്നെ കൈത്താങ്ങിയ ഒത്തിരി പേരുണ്ട്. ഒത്തിരി വീടുകളിൽ ഒരു മീറ്റിംഗ് അല്ല, ഒരു മീറ്റിങ്ങിന് വിളിച്ചാൽ ഒന്നിലധികം മീറ്റിങ്ങുകൾ തന്ന് ഇങ്ങനെ ഈ ഭവനം ഒക്കെ എനിക്ക് ഒരുക്കി തന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒത്തിരി നന്ദി അർപ്പിക്കുന്നു. ഞാന് ജീവനോടെ ഇരിക്കുന്ന ദൈവത്തിന്റെ ദയ, ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ കൃപ. കാര്യമായിട്ട് പറഞ്ഞില്ലല്ലോ എന്തോ പാസ്റ്ററിന്റെ കാര്യം. പാസ്റ്ററിന്റെ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം പാസ്റ്റർ. ശരി, എന്നാ ആ ഭാഗം കണ്ടിന്യൂ ചെയ്താട്ട് കേട്ടോ. ഭർത്താവുമായിട്ട് എല്ലാവരുടെയും വിചാരം ഞാൻ ഡിവോഴ്സ് ആണ്, അല്ലെങ്കിൽ എനിക്ക് ഭർത്താവില്ല. ഭർത്താവിനെ പിന്നെ നമ്മുടെ ഒത്തിരി നാളുകള് എനിക്കും ഭർത്താവിനും പിരിയാത്ത ഒരു ബന്ധമാണ്. അവിടെ കിടപ്പിൽ കിടന്നാലും ഞങ്ങൾ രണ്ടും ഒന്നാണ്, ഞങ്ങൾ ഒരു ശരീരമാണ്. അത്രത്തോളം സ്നേഹമുള്ള ഒരു മനുഷ്യനെയാണ് ദൈവം എനിക്ക് തന്നത്. എന്നെ നന്നായി നോക്കിയിട്ടാണ്, 2 വർഷം നോക്കിയിട്ടാണ് ബ്രസ്റ്റ് എനിക്ക് തലമുറയൊക്കെ ഉണ്ടാകും. ഒരു തരത്തിലും ഞങ്ങൾ വിട്ടുപിരിയാത്തൊരു ബന്ധമാണ്. അപ്പം എല്ലാവർക്കും അത് അറിയത്തില്ല. അവരുടെ വീട്ടിലായതുകൊണ്ട് എനിക്ക് പോകാനും പറ്റത്തില്ല, അവരെന്നെ കാണിക്കത്തുമില്ല. അങ്ങനെ വഴക്കും പ്രശ്നങ്ങളും ഞാൻ കേസൊക്കെ കൊടുത്തു, കേസ് പിൻവലിച്ചു. പിന്നെ ദൈവം അത് ഒരുക്കട്ടെ കാണിക്കാന്. അങ്ങനെ എനിക്ക് തോന്നുന്നു ഈ 2018 എനിക്ക് കാണിക്കാൻ ഒരു മുഖാന്തരം എന്റെ ഭവനത്തില് ഹസ്ബൻഡിനെ കൊണ്ടുവന്ന് 6 മാസം നന്നായി നോക്കുകയും ട്രീറ്റ്മെന്റ് ചെയ്യുകയും, അതുപോലെ തന്നെ അവരുടെ വീട്ടുകാരുമായിട്ട് സഹകരിച്ച് വളരെ സ്നേഹത്തിൽ പോകുന്നു. അവരെല്ലാം ഇപ്പം വളരെ സ്നേഹത്തിലാണ്. വീണ്ടും അവരുടെ ഭവനത്തിലേക്ക് അനിയൻ UK നിന്ന് വന്നപ്പോ കൊണ്ടുപോയി. ഞാനൊരു നല്ല ഭവനം വെച്ചിട്ട് തിരികെ കൊണ്ടുവരും. നല്ല മണവാളനായി യേശുപ്പച്ചന് ഈ നല്ല മണവാട്ടിയായി ദൈവത്തിന് എന്നെ തന്നെ പ്രാധാന്യം. അതുപോലെ തന്നെ ഇന്ന് ഞങ്ങൾ പന്നിക്കുഴി എന്ന് പറയുന്ന സ്ഥലത്ത് തിയോളജിക്കൽ സെമിനാരിയിലെ പായിപ്പാട്ടത്തെ മണിമയാന്റിയുമായിട്ട് എല്ലാ ശനിയാഴ്ചയും അവിടെ വർക്ക് ചെയ്യുന്നു. കർത്താവിന്റെ വേല വളരെ ഭംഗിയായി നന്നായി ചെയ്തുകൊണ്ടിരിക്കുന്ന, എന്നെ കേട്ടുകൊണ്ടിരുന്ന കർത്തദാസനും അതുപോലെ ശാന്തി സിസ്റ്ററിനും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇത് ഞാൻ സമർപ്പിച്ചുകൊണ്ട് എന്റെ സാക്ഷി ഇവിടെ നിർത്തും. ദൈവാനുഗ്രഹിക്കട്ടെ. പ്രധാന സ്തോത്രം. ദൈവം സഹായിക്കട്ടെ സിസ്റ്റർ. ഒത്തിരി ജീവിതത്തിലെ ക്ലേശകരമായ അനുഭവങ്ങളിലൂടെ ഒക്കെ കടന്നുപോയി. ഭർത്താവ് ഇപ്പോഴും പൂർണ്ണമായിട്ട് തളർന്ന ഒരു അവസ്ഥയിലാണ് അല്ലേ? അല്ല, പിടിച്ചു നിൽക്കും. ഭർത്താവിന് സർജറി ചെയ്തപ്പോഴ് 2009 അമൃതയിൽ കൊണ്ടുപോയി. അവര് തന്നെ ഒരു 4-5 ലക്ഷം രൂപയോളം ആയി. സർജറി ചെയ്തപ്പോൾ സ്പൈനൽ കോഡിന് കംപ്ലൈന്റ് വന്നു. കൈക്കോ കാലിനോ എങ്ങോ ഒരു കുഴപ്പമില്ല, ഒരു സപ്പോർട്ടോട് കൂടിയേ പിടിച്ചു നിൽക്കാൻ പറ്റും. ശരി ശരി, ദൈവം സഹായിക്കട്ടെ. പൂർണ്ണമായിട്ട് സൗഖ്യവും വിടുതലും ഒക്കെ നൽകട്ടെ. ജീവിതത്തിൽ ഒത്തിരി ക്ലേശകരമായ
സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി. ശത്രു തകർക്കുവാൻ ശ്രമിച്ചിട്ടും കർത്താവ് കൃപയ്ക്കുള്ളിൽ മറച്ച് നിർത്തുന്നല്ലോ. ദൈവം പിന്നെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി സിസ്റ്റർ എന്നെ ചുരുക്കമായിട്ടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് തിരുസന്നിധിയോട് അടുത്തു വരുന്നു. ആമേൻ. കർത്താവെ, ഞങ്ങളുടെ ശാന്തി സിസ്റ്ററിനും ഞങ്ങളുടെ പാസ്റ്ററിനും ആമേൻ. കർത്താവെ, എനിക്ക് വഴിയൊരുക്കി തന്ന അന്നമാമയ്ക്ക് എൻ്റെ ഫ്രണ്ട്സിന്, മീഡിയാസിലൂടെ ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇത് വചനത്താലും അതിന്റെ ആധികാരികത വെളിപ്പെടുവാനും പരിശുദ്ധാത്മ നിയോഗത്തില് ആമേൻ ഈ ടെസ്റ്റ് മണി സ്വീകരിക്കാനും അതുപോലെ തന്നെ പ്രാർത്ഥനയിൽ പ്രിയ കുഞ്ഞുങ്ങള് വർദ്ധിച്ചു വരുവാനും എല്ലാവർക്കും വലിയ ദൈവസാന്നിധ്യമായി തീരുവാനും അടിയൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ തന്നെയുള്ള നാമത്തിൽ ചോദിക്കുമ്പോൾ പിതാവേ കേട്ടുത്തരമല്ലോ. ആമേൻ. ആമേൻ. പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യം, സഹവാസം, കാവൽ നാമെല്ലാവരും ഇന്ന് മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു സിസ്റ്റർ. നന്ദി പറഞ്ഞു. ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സിസ്റ്റർ. ഞങ്ങളെല്ലാം നന്ദി സ്നേഹം അറിയിക്കുന്നു. കർത്താവ് കരം പിടിച്ച് ഇതുവരെയും നടത്തി, പിന്നെയും കർത്താവ് നടത്താൻ വിശ്വസനായിരിക്കുക. കർത്താവിൻ്റെ പാദമെടുത്ത് സമർപ്പിച്ചു നമ്മളെ കേൾക്കുന്ന എല്ലാവരും, പ്രിയ സിസ്റ്ററെ, മോനെ, പാസ്റ്റർ എല്ലാം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ധാരാളം ഉപയോഗിക്കട്ടെ. പ്രൈസ്. ഓക്കെ.